أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافل الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. قال الله عز وجل: كل مولود يولد على الفطرة ثم أبواه يوهدانه وينصرانه ويمجسانه. شفيعنا رسول الله. يا خير من دفينت بالقاء يعظمه فطاب من طيبين الكاء واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സർവാദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൻ്റെ പ്രാരംഭത്തിൽ പ്രൗഢമായി പ്രഭാഷണം നടത്തിയ നമ്മുടെ ഇവരുടെയും മഹാനരായ ഗുരു, നമ്മുടെ ഈ മഹല്ലത്തിൻ്റെ ആദരണീയരായ ഖത്തീബും മുദരിസുമായിട്ടുള്ള 2 പതിറ്റാണ്ടിലേറെയായി നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് വേണ്ടി മതവൈജ്ഞാനിക ആത്മീയ രംഗത്തിന് നേതൃത്വം നൽകുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാരുടെ മഹാരാജ ഉസ്താദ്, നമ്മളേവരും ഗുരുതുല്യരായി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമ്മുടെ മഹാനരായ ഉസ്താദ്, പ്രഗത്ഭരായ പണ്ഡിതർ ബഹുമാനപ്പെട്ട ഉസ്താദ് ഹാറൂൻ ഹസ്സനി, സമാദരണീയരും ബഹുമാന്യരുമായ അനുഗ്രഹീത പ്രഭാഷകരും സംഘാടകരും എൻ്റെ ആത്മീയ സുഹൃത്തും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട സൈൻ സഖാഫി, മറ്റു വേദിയിലിരിക്കുന്ന മഹാന്മാരായ വ്യക്തിത്വങ്ങളെ, വിശിഷ്ട അതിഥികളെ, പേരറിയില്ല ക്ഷമിക്കണം, സദസ്സിലിരിക്കുന്ന നല്ലവരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, ആദരണീയരും ബഹുമാന്യരും പിരിശപ്പെട്ടവരുമായ മുതഅല്ലിം സുഹൃത്തുക്കളെ, നമ്മുടെ മഹത്തായ പരിപാടി നല്ലപോലെ കേൾക്കുകയും കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന നല്ലവരായ ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികൾ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഈ സംഗമം പൊരുത്തപ്പെട്ട വരമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന, വേണ്ട എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങളും മറ്റും വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ നല്ല മനസ്കർക്കും അല്ലാഹു 2 ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. പടച്ചതമ്പുരാൻ അവന്റെ പൊരുത്തത്തിലായി, അവന്റെ താഴത്തിലായി ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അവസാനം മരണം ഖൈറായി വരുമ്പോൾ മരണവേദനയില്ലാതെ കാമിലായ ഈമാനോടുകൂടി അല്ലാഹു നമ്മെ സലാമത്താക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടി ദീർഘകാലമായി നേതൃത്വം നൽകുന്ന മഹാനരായ ഗുരു ബഹുമാനപ്പെട്ട ഉസ്താദ് ഹാറൂൻ ഹസ്സനി അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർ, ആലിമീങ്ങൾക്ക്
അള്ളാഹു നിറഞ്ഞ ആഫിയത്തും സന്തോഷവും തഹ്ഖീഖോടെയുള്ള തദ്രീസിനും തഅലീമിനുമുള്ള ഏറിയ തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ബഹുമാനികളെ, ആമുഖം, മുഖദ്ദിമ, മുൻനുടി നീട്ടാനൊന്നും സമയമില്ല. നോട്ടീസിൽ നിങ്ങൾ കണ്ടതുപോലെ ഞാൻ നേരെ വിഷയത്തിലേക്ക് തന്നെ കിടക്കുകയും വിഷയത്തിൽ ഒതുങ്ങിക്കൊണ്ട് തന്നെ നിങ്ങളുമായി ചില കാര്യങ്ങൾ മാത്രം സംസാരിച്ച് നമുക്ക് പെട്ടെന്ന് പിരിയാം. ഏതായാലും നിങ്ങൾ ഈ ദിട്ട നിർധാര, ഈ നല്ല തീരുമാനം, ഈ ഉറച്ച നിലപാട് അതെനിക്കേറെ സന്തോഷം നൽകി. ഒന്നരായ ഉസ്താദിന്റെ ഒരു പറച്ചില്, അല്ലെങ്കിലും ഞാൻ വളരെ ചെറുതാക്കണം ചന്താക്കണം എന്ന പക്ഷക്കാരനാണ്. ചിക്കതാതൊരു ചൊക്കവാകിറബേക്കു എന്നൊരു നിലപാട് എപ്പോഴും സ്വീകരിക്കുന്ന ആളാണ്. അള്ളാഹു നല്ലവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കട്ടെ. ഏതായാലും അൽഹംദുലില്ലാ, നല്ലവരായി നിങ്ങളോടൊപ്പം ഇത്തിരി നേരം സംസാരിക്കാനും സംവദിക്കാനും സമ്പർക്കം പുലർത്താനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പടച്ച തമ്പുരാനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ, ഏറെ അനുഗ്രഹീത മാസത്തിലെ, ഏറെ അനുഗ്രഹീതമായ പവിത്രമായ പരിപൂർണമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലെ നല്ലൊരു രാത്രിയിൽ, നല്ലൊരു സമയത്ത്, നല്ലൊരു മജ്ലിസിൽ നല്ലവരോടൊപ്പം ഒത്തുകൂടാൻ സാധിച്ചു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി ലോകത്ത് അല്ലാഹു തആല നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തൗഫീഖാണ്. ഉസ്താദെ, കുറെ ആൾമാർ വന്നിട്ടില്ല, കുറെ ആൾ പുറത്തുണ്ട് ഉസ്താദ്. ഞങ്ങളെ ഞങ്ങൾക്ക് എന്ത് ബേജാറ്? അങ്ങക്ക് ബേജാറില്ല, പിന്നെ ഞങ്ങൾക്ക് എന്ത് ബേജാറ്? പിന്നെ അതിനെ ചൊല്ലിയിട്ട് ബണ്ണിയും ടൈം പാസ്സാക്കണം. ചട്ടിക്കില്ലാത്ത ചൂട് മൂടുന്നതിന് എനിക്ക് മനസ്സിലാകുന്ന ഞമ്മളെന്നെ പറഞ്ഞ മതി. ബരാത്തുന അതിന് തൗഫീഖില്ല എന്ന് കരുതിയെങ്കിലായില്ലേ? മനസ്സുണ്ടായിട്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾക്ക് പങ്കെടുക്കാനും സംബന്ധിക്കാനും വരാനും മനസ്സുണ്ടായിട്ട് മാത്രം കാര്യമില്ല. അതിനാദ്യമായിട്ട് വേണ്ടത് അല്ലാഹുവിന്റെ തൗഫീഖാണ്. കാരണം എന്താ? ഇത് ഡേ നൈറ്റ് മാച്ച് അല്ല, ഇത് ഇൽമാണ്, ഇത് ദീനാണ്. ഇതിന് മനസ്സുണ്ടായിട്ട് കാര്യമില്ല. എനിക്ക് വരണമെന്ന് മനസ്സുണ്ടായിന്, എപ്പോൾ അകറിന്റെ ചൊല്ലിക്കൊണ്ടുണ്ടോ? എനിക്ക് വരണമെന്ന് മനസ്സുണ്ടായിട്ട് കാര്യമില്ല. നിന്റെ അങ്ങ് തൂങ്ങിയിട്ട് മറിഞ്ഞിട്ടും കാര്യമില്ല. അള്ളാന്റെ തൗഫീഖ് വേണം. അല്ലല്ലോ അങ്ങനല്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ ചർച്ചക്ക് നിൽക്കണ്ട. എല്ലാ സംശയങ്ങളും തീർത്തു തരാൻ പറ്റിയ ആനരായ പണ്ഡിത വര്യർ ഒന്നേരായ ഹസനി ഉസ്താദ് നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ ചെന്നിട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ട് തീർന്ന് പിന്നെ നാളെ വാട്സപ്പിലിട്ടൊരു ഗുലുമാലാഭിസാക്കാൻ കാലം അങ്ങനായി. സമാൻ ബദൽ ഗയ. എല്ലാം ചർച്ചല്ലേ? ആരെന്ത് പറഞ്ഞു എന്നതല്ല വിഷയം. എങ്ങനെ എന്ത് മൈനസ് പിടിക്കണോ, വാടതിന്റെ അങ്കുടൊങ്കു പിടിക്കണോ എന്നാണ് നോക്കുന്നത്. എല്ലാത്തിലും അങ്ങനെ. നമുക്ക് വാടി നല്ല വിചാരമില്ല. എങ്ങനെ ആരുടെങ്കിലും കുന്നുകുറത്ത് കിട്ടുന്ന, ന്യൂനതകൾ കിട്ടുന്ന, എവിടെങ്കിലും ഫോൾട്ട് കിട്ടുന്ന, എന്തെങ്കിലും മൈനസ് കിട്ടുന്ന, അല്ലെങ്കിൽ എവിടെങ്കിലും സംശയിക്കാനുള്ള ഇടങ്ങൾ കിട്ടുന്ന, ഇത് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഒരു ചങ്ങായി പിന്നെ ഓന്റെ ഭാര്യക്ക് ഭയങ്കര സംശയം. ഓന് ചെറിയൊരു ലിങ്ക് ഉണ്ടാ മാപ്പിളക്ക്, വേറെ ചെറിയൊരു ഡൗട്ട്. അപ്പോ ഓ എപ്പോഴും വന്നെങ്കിൽ രാത്രി പെർക്ക് വന്നെങ്കിൽ മോന്തിക്ക് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് പെർക്ക് വന്നെങ്കിൽ ഓളെ പണിയാൻ തെറിഞ്ഞ ഓളെ ഇയാളെ കീസല് പൈസത്തിലുണ്ടോ നോക്കുന്നതല്ല, ഇയാളെ ഡ്രസ്സ് ഫുള്ളൊന്ന് ചെക്കാക്കിയിട്ട് അതിൽ പെണ്ണുങ്ങളെ മുടിയാന്നും കാണുന്ന നോക്കുന്നത്. അവിടെ പോയിട്ട് വന്നെങ്കിണ്ടാവും അല്ലേ, തലന്റെ മുടി മുറ്റും. അങ്ങനെ നോക്കിയിട്ട് ഇത് ആണ്ടുകെട്ടലായി, വർഷകെട്ടലായി, വർഷങ്ങൾ കഴിഞ്ഞ് ഒരു മുടിയും കിട്ടിയിട്ടില്ല. ഒരു ദിവസം ഓളോട് കേട്ടോലോ, അല്ല ഞങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര സംശയം, കുറെ കാലായി നിങ്ങൾക്ക് വേറെ പെണ്ണിന്റെ ചങ്ങായിപ്പാടുണ്ടാന്ന്. അങ്ങനെ ഞാൻ കുറെ കാലായി നിങ്ങളെ ഡ്രസ്സ് ചെക്കാക്കുന്നു, ഒരു മുടിയെങ്കിലും കിട്ടുന്നാന്ന് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇന്നോളം ഒരു മുടിയും കിട്ടിയിട്ടില്ല. അപ്പൊ ഓൻ ചെല്ലിയാല, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്നെ എങ്ങനത്തെ ആള്, ഞാൻ അങ്ങനത്തെ ആളും തിരിച്ചില്ലേ? അപ്പൊ ഓ ചെല്ലിയെന്ന് പറഞ്ഞാ, നിങ്ങൾ പോയിക്കൊണ്ടുള്ള ആ തലയിൽ മുടിയില്ലാത്ത മൊട്ടച്ചി അതാ അരിവൻ ചെല്ലിയ. അപ്പോഴും ഓളെ സംശയം തീർന്നിട്ട മുടിയില്ല. അപ്പൊ മൊട്ടച്ചാരി, ആ മൊട്ടടിച്ച പെണ്ണ് ഏതത്? അപ്പൊ ഓളെ സംശയം തീർക്കാൻ ഇനി ഇലായോമൾക്ക് യാമ സാധ്യല്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, അത്തരം കുന്തുകുറത്തകൾ അന്വേഷിക്കുന്നവർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആ ഭാഗം ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നിയ്യത്ത് നല്ലതാണോ, നമുക്ക് ഏറിയ ആ കാര്യത്തിൽ ഇഖ്ലാസും ആത്മാർത്ഥതയുണ്ടോ, എങ്കിൽ പിന്നെ മുന്നോട്ട് തന്നെ. നിയ്യത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ. നിയ്യത്ത് നല്ലതാണോ,
നീയത്ത് നല്ലതാണോ, ഉദ്ദേശ ലക്ഷ്യം നല്ലതാണോ, എങ്കിൽ പിന്നെ 4 ഭാഗവും നോക്കേണ്ട ആവശ്യമില്ല. 4 ആൾക്കാരെ ലൈക്കും അൺലൈക്കും നോക്കേണ്ട ആവശ്യമില്ല. ഒന്നും വേണ്ട. എല്ലാം അല്ലാഹ്ക്ക്. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്. എല്ലാം റബ്ബിനിക്ക്, ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ പിന്നെ മനുഷ്യ മനസ്സുകൾക്ക് സ്ഥാനമില്ല. ജനങ്ങളുടെ പറച്ചലിന് ഇവിടെ വലിയ കാര്യമില്ല. ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയൊരു ഇടയില്ല. ജനങ്ങൾ പറയട്ടെ പറയാതിരിക്കട്ടെ, ജനങ്ങൾ നോക്കട്ടെ നോക്കാതിരിക്കട്ടെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതരാണ്, വലിയ മഹാനാണ്. ചരിത്രത്തിന്റെ പ്രാമാണികമായ പക്ഷം വെച്ച് നോക്കുമ്പോ ഹിജ്റ 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ്. ഈ ലോകം കണ്ട വലിയ മഹാൻ. ആ മഹാൻ തന്റെ കിതാബിൽ പറഞ്ഞത് കാണാ, ജനങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കൽ തെറ്റാണ്. ജനങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഇബാദത്ത് എടുക്കൽ തെറ്റാണ്. രണ്ടും തെറ്റന്നെ. അയാളെ കാണ്ടല്ല പോവാ, അല്ലാഹു അക്ബർ, തെറ്റത്. അയാൾ ഇപ്പൊ കാണില്ലല്ലേ, അല്ലാഹു അക്ബർ, അതും തെറ്റ്. എന്തേ കാരണം? 2 സമയത്തും നീ മനുഷ്യനെ ചിന്തിച്ചോ. അയാളതാ നിന്റെ തലയിലുണ്ടായിരുന്നോ. അയാൾ ആ സമയത്ത് നീ നല്ലോണം വിചാരിച്ചിരുന്നോ. കാണുന്നു കാണുന്നില്ല, അവിടെ എല്ലാ സമയത്തും നിന്റെ ചിന്ത മനുഷ്യരിലേക്കാണ്. എങ്കിൽ നിന്റെ അമല് ബാത്തിലാണ്, ഫസാദാണ്, നിഷ്ഫലമാണ്, ഫലശൂന്യമാണ്. നീ ഒരിക്കലും മനുഷ്യന്മാരിലേക്ക് നോക്കണ്ട, ജനങ്ങളിലേക്ക് നോക്കണ്ട. നിയ്യത്ത് നല്ലതാണോ, ഏറിയ ഇഖ്ലാസ് ഉണ്ടോ, ലക്ഷ്യം നല്ലതാണോ, മുന്നോട്ട് പോയിക്കോ. പടച്ച റബ്ബ് കൈവിടില്ല. നമ്മുടെ ഈ കാര്യത്തിന്റെയും ഉദ്ദേശ ലക്ഷ്യം അതാണ്, അല്ലേ? നമ്മുടെ ഈ കാര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ കലക്ഷനും ഏലമും കാര്യമൊന്നുമല്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കഴിഞ്ഞ കൊല്ലയുടെ ഏലമില്ലാത്ത വയല് ഞാൻ പോയാൽ ഈടെ മാത്രം തോന്നും. അല്ല അല്ല, കഴിഞ്ഞ ഏലമുണ്ടേ സുബ്ഹാന റബ്ബി. 2 ദിവസം പിന്നെ ഒരിടത്തേക്ക് വയലിൽ പോയിട്ട് ഒരു പപ്പക്കായി ഏലം വിളിച്ചിട്ട് തീരുമ്പോ എന്റെ ഹാർട്ട് താതക്കും കിഡ്നി മീറ്റൊക്കെ പോയി. ആകെ വിളിച്ചിട്ട് എടുത്തിന് 30 രൂപ. 3/4 മണിക്കൂറാണ് കേരളന്ന് വിളിക്കേണ്ടി വന്നു. ജൽജലോത്ത് വൈത്തുംപാടി, അങ്കബോത്ത് വൈത്തുംപാടി എല്ലാം തീർന്നിട്ടു ഇത് തീരുന്നില്ല. 30 പോകുന്നേയില്ല. ലാസ്റ്റ് നീ ഖലാസ്. എന്തിന്റെ ആവശ്യം, എന്തിന്റെ ആവശ്യം? അല്ല, ആ വിഷയത്തിലല്ല. അൽഹംദുലില്ലാ, ഒന്നിരായ ഉസ്താദിന്റെ ആ ഒരു മാർഗദർശന, ഈ നാട്ടിന്റെ നല്ലവരായ നേതാക്കളുടെ ആ നല്ല കാഴ്ചപ്പാട്, അത് അഭിനന്ദനാർഹമാണ്, അത് സ്തുത്യർഹമാണ്. അത് എല്ലാം കൊണ്ടും എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നത്. ഏതായാലും അൽഹംദുലില്ലാ, പരിമിതമായ സമയമാണ്. ഞാൻ എന്റെ വിഷയം മാറ്റുന്നില്ല. ഇത് ആമുഖമായിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും കൂടി കണക്ക് കേൾക്കുമ്പോൾ നമ്മുടെ വിഷയം നോട്ടീസിൽ നിങ്ങൾ കണ്ടുവല്ലോ. പ്രീതിപൂർവക എത്തവറുന്തിಗೆ രക്ഷിതാക്കളോട്, സ്നേഹപൂർവ്വം രക്ഷിതാക്കളോട്, നാട്ടുകാരോടല്ല, മക്കളോടല്ല, മാപ്പിളയെ പറ്റി ഭാര്യയോടല്ല, ഭാര്യമാരെ കുറിച്ച് മാപ്പിളമാരോടല്ല, അതല്ലെങ്കിൽ വേറെ ആരെക്കൊരു കുറിച്ചുമല്ല. ഇവിടെ ഇന്നത്തെ പ്രതിപാദ്യം വലിയവരായ മക്കളെ ബാപ്പവും ഉമ്മമാരോട് മാത്രമാണ്. നിങ്ങളോട് ചില വിഷയങ്ങൾ പറയാനുണ്ട്. മക്കളുണ്ടാക്കിയാ പോരല്ലോ, മക്കളുണ്ടാക്കിയാ പോരാ. ലോകത്തെ പലരും മക്കളുണ്ടാക്കുന്നു. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ആ ഒരു സമ്പ്രദായമാണ്. മൃഗങ്ങൾക്ക് മക്കളുണ്ട്, എല്ലാത്തിനും മക്കളുണ്ട്. പക്ഷേ മക്കളുണ്ടാക്കുക എന്നത് വലിയൊരു കാര്യമല്ല. നക്ക് പോനാറ് കിടാവും, നക്ക് പോനാറ് കിടാവും, 18 കിടാവുള്ളവരുണ്ട് ഇവിടെ. അയാൾ മരിച്ചിട്ട് 3 ആണ്ടായത് മാത്രം. അത് വലിയൊരു ബീംബിളക്കേണ്ട വിഷയം അല്ല. ആ പോയിനാറ് മക്ക എങ്ങനെ ഉണ്ടോ നോക്കണോ. ആ മക്ക എങ്ങനെ ഉണ്ടോ, മക്കളെ അപ്പ ഉമ്മ എങ്ങനെ ഉണ്ടോ, അവിടെ വിഷയം. ഇവിടുത്തെ ഭാഷ ഏതാ? നിക്കാം ഞമ്മളല്ല മഞ്ഞനാട് ഭാഷ. എല്ലാ ഭാഷയിലും ഉണ്ടെങ്കിലും ഉസ്താദ് തന്നെയാണോ? നമ്മ ഏതെങ്കിലും ഒരു ഭാഷയിൽ പോവാ. പിന്നെ ഈ പുട്ടിന്റെ ഇടയ്ക്ക് തേങ്ങിടും പോലെ ഇടക്കിടക്ക് ഇങ്ങനെ വാരുന്ന് വരുന്നല്ലാണ്ട് അത് ഫുള്ളായിട്ട് അങ്ങനെ വ്യാപകമായിട്ട് പിന്നെ നിറകളായിട്ട് അങ്ങനെ ഒന്നും വരല്ല. ഏതായാലും അള്ളാഹു നമ്മുടെ കാര്യത്തിന് ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനല്ലാഹു കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ചറബ് കബൂലി ചെയ്യുമാരാണ്. ബഹുമാനികളെ, വലിയവരായ രക്ഷിതാക്കൾ, വലിയവരാണവർ, എല്ലാം കൊണ്ടും വലിയവരാണ്.
ഈ ലോകമേറെ ആദരിക്കാനും ബഹുമാനിക്കാനും പിരിശപ്പാട് കാണിക്കാനും ഈ ലോകത്തുള്ള ജനങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയവരായ മാതാപിതാക്കളോട്. മാതാപിതാക്കളെ സാന്നിധ്യം, അവരുടെ ഉപസ്ഥിതി അത് വലിയൊരു അനുഗ്രഹമാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പർവ്വതത്തിന്റെ സൈഡിലൂടെ നടന്നു പോവുകയാണ്. പർവ്വതത്തിന്റെ ചേരുവയിലൂടെ സൈഡിലൂടെ നടന്നു പോകുമ്പോ, കുന്നും കയറിയിട്ട് അങ്ങനെ നടന്നു പോകുമ്പോ പടച്ചിറപ്പ് വിളിച്ചു പറഞ്ഞു, മൂസാ നബിയേ ജാഗ്രത, ഇടങ്ങി വീണോണ്ട, കാള് ഇടങ്ങി വീണോണ്ട, മറിഞ്ഞു പോകണ്ട. കാരണം എന്തേ? ഏത് സമയത്തും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കയ്യും നീട്ടി ദ്വാരുന്നിരുന്ന നിങ്ങളെ ഉമ്മ മൗത്തായി പോയിട്ടുണ്ട്. ഇനി നിങ്ങളെ സേഫ്റ്റി നിങ്ങളെ കയ്യില, നിങ്ങളെ രക്ഷ നിങ്ങളെ കയ്യില. വീഴാതെ നോക്കേണ്ടത് നിങ്ങളെ വലിയ ചുമതലയാ. ഉമ്മ ബാപ്പ ഉണ്ടാകുമ്പോ നിങ്ങൾക്ക് ആ വിഷയത്തിൽ വലിയ ടെൻഷന് വേണ്ടിയിരുന്നില്ല. കാരണം അപ്പോ ഉമ്മാന്റെ പ്രാർത്ഥന അതാണ്, ഉമ്മാന്റെ ദുആയതാണ്. നിങ്ങൾക്ക് എപ്പോഴും ദ്വാരുന്നിരുന്ന് നിങ്ങളെ ഉമ്മ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു പോയി, മരണപ്പെട്ടു പോയി. അതുകൊണ്ട് മൂസാ നബിയേ ഇനി മുതൽ ബി കെയർഫുൾ, കുറച്ച് ജാഗ്രത. പണ്ടത്തെ പോലെ കയ്യും വീശി നടക്കണ്ട, പാഞ്ഞു കയറാൻ നോക്കണ്ട, ഇടങ്ങി വീണറോ. പണ്ടങ്ങനത്തെ ഒരു പേടി ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ ആഫത്തിൽ നിന്നിട്ടും ദ്വാരക്കാൻ ഉമ്മാന്റെ ദുആയുണ്ടായിന്, എല്ലാ ആഫത്തിൽ നിന്നിട്ടും കാക്കാൻ ഉമ്മാന്റെ പ്രാർത്ഥന ഉണ്ടായിന്. ഇനി മുതൽ അതില്ല. ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മൂസാ നബിയെ ജാഗ്രത പാലിക്കണേ എന്ന് മഹാന്മാരായ പ്രവാചകന്മാരോട് പോലും വലിയവരായ മാതാപിതാക്കളെ സ്ഥാന ബഹുമാനങ്ങളെ കുറിച്ച് മേലായ റബ്ബ് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ മാതാപിതാക്കൾ എന്നത് ചെറിയ കാര്യമല്ല, ചെറിയവരല്ല, ഒരിക്കലും ചെറിയവരല്ല. ആര് ചെറുതാക്കാൻ വിചാരിച്ചാലും, ആര് ചെറുതായി കാണാൻ വിചാരിച്ചാലും മാതാപിതാക്കൾ ചെറുതാവില്ല. മക്കള് തന്നെയാണ് ചെറിയവർ. അല്ലേ? ഊരികാറസനാദറു തായിക മകനെ, നാടിന്റെ ഭരണാധികാരിയാണ്, വലിയ നേതാവാണ്, സകല കലാവല്ലഭനാണ്, എല്ലാമാണ്. പക്ഷേ ബാപ്പ ഉമ്മാക്ക് മോന് തന്നെയാണ്, മോള് തന്നെയാണ്. അവരെക്കാളും വലിയവരാകാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമേ അല്ല. മഹാന്മാർ ചർച്ച ചെയ്തു, എന്റെ വിഷയം മാതാപിതാക്കളല്ല, എന്റെ വിഷയം മാതാപിതാക്കളോടുള്ള കടമ പറയലല്ല, മാതാപിതാക്കളോട് അവർക്കുള്ള മക്കളെ സംബന്ധിച്ച് പറയാനാണ്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അടിസ്ഥാനമായി, അടിത്തറയായി, ആമുഖമായി ഇവരെ പറ്റി ഇത്തിരി പറയാതെ കണ്ട് സാധ്യമല്ല. മാതാപിതാക്കൾ വലിയവരാണ്, മറക്കരുതവര്, മറക്കരുത്. ജീവിതത്തിലും മറക്കരുത്, മരണപ്പെട്ടു പോയാലും മറക്കരുത്. അവരെ മറന്നുകൊണ്ട് നമ്മുടെ ദുആക്ക് ഉത്തരമില്ല, അവരെ മറന്നുകൊണ്ട് നമ്മുടെ ഇബാദത്ത് കബൂലല്ല. അവരെ മറന്നുപോയാൽ, അവർക്ക് ശുക്റില്ലാതെ പോയാൽ, ലാ യഖ്ബലു ശുക്റല്ലാഹി ഇല്ലാ മാ ശുക്രി വാലിദൈഹി. അതേ, മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കാതെ, മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറാതെ, മാതാപിതാക്കളോട് സ്നേഹവും പിരിശപ്പാടും കാട്ടാതെ നിന്റെ ഒരൊറ്റ ഇബാദത്തും അല്ലാഹ് കബൂൽ ചെയ്യുന്നില്ല. അത് അല്ലാഹ്ക്ക് വേണ്ട. കാരണം എന്ത്? പടച്ച റബ്ബ് പറഞ്ഞത്, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. ജഗന്നാഥനായ റബ്ബിന്റെ, ജഗദീശ്വരനായ റബ്ബിന്റെ ജഡ്ജ്മെന്റ് ആണത്, ഫൈനൽ ഡിസിഷൻ ആണത്, അന്തിമ തീർമാനമാണത്. എന്ത്? അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ സുജൂദ് ചെയ്യാവൂ. അതോടൊപ്പം മാതാപിതാക്കളെ നല്ല പോലെ ബഹുമാനിക്കണേ, ആദരിക്കണേ. എങ്കിൽ പറയട്ടെ, നിങ്ങൾ ആദരിക്കുന്ന മക്കളുണ്ടാകണോ? ബാപ്പാനെ ബാപ്പയായി കാണുന്ന, ഉമ്മാനെ ഉമ്മയായി കാണുന്ന മാതാപിതാക്കളെ എല്ലാ നിലക്കുള്ള റെസ്പെക്റ്റും ബഹുമാനവും കൊടുത്തിട്ട് എല്ലാ നിലക്കും മരണം വരെ മാതാപിതാക്കളെ മറക്കാതെ കണ്ട് ജീവിക്കുന്ന നല്ല മക്കള് നമുക്ക് വേണോ? നിങ്ങളാദ്യമായിട്ട് ദുആരക്കേണ്ടതാണ് റബ്ബിനോട് നല്ല മക്കള് ലഭിക്കാൻ.
കേവല പ്രയത്നം മാത്രം പോരാ, പ്രാർത്ഥനയും കൂടി വേണം. പ്രയത്നമാണോ? പ്രയത്നമാണ്, അത് വേറെ വിഷയം. അത് ഫുള്ള് ബയാനാക്കാനൊന്നും കൂടെ കഴിയാല. ഏതായാലും ഈസാ നബിന്റെ ഉമ്മാക്കുണ്ടായ റോളൊന്നും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ ബ്ലൂടൂത്തിൽ എന്തു സെൻഡാവല, അത് വിഷയം വേറെ. പ്രാർത്ഥന അത് ഏറ്റവും പ്രഥമമാണ്. ശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, മുഅ്മിനീങ്ങളെ ഏറ്റവും നല്ല സ്വഭാവം ആരാ? മുഅ്മിനീങ്ങള്. ആരാ മുഅ്മിനീങ്ങള്? ആരാ? വിശ്വാസികള്. പടച്ച തമ്പുരാൻ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ച് ഖുർആനിൽ പരിചയപ്പെടുത്തുന്നു. അവർ എപ്പോഴും ദുആരക്കുന്ന ഒരു ദുആയുണ്ട്. മുഅ്മിനീങ്ങൾ എപ്പോഴും അല്ലാഹുവിനോട് തേടുന്ന ഒരു പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എപ്പോഴും നല്ലവരായ മുഅ്മിനീങ്ങളെ പ്രാർത്ഥനയാണത്, നല്ലവരായ മുഅ്മിനീങ്ങളെ ദുആയാണത്. എന്താ ദുആ? റബ്ബനാ, ഞങ്ങളെ റബ്ബേ, ഞങ്ങളെ അല്ലാഹ്, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളെ ഭാര്യ സന്താനങ്ങളിൽ നിന്നിട്ട് നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ, തരണേ തമ്പുരാനെ. എന്ത് തരണം? എന്താ തരേണ്ടത്? അതേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പടച്ച റബ്ബേ, കൺകുളിർപ്പിക്കുന്ന മക്കള്, എല്ലാം കൊണ്ട് മനസ്സ് സമാധാനിപ്പിക്കുന്ന മക്കള്, അനുസരണയുള്ള മക്കള്, അച്ചടക്കമുള്ള മക്കള്, മാതാപിതാക്കളെ അറിഞ്ഞുകൊണ്ട് പോറ്റി വളർത്തുന്ന മക്കള്, എല്ലാം കൊണ്ട് മാതാപിതാക്കളെ വിലയും നിലയും അറിഞ്ഞ് പെരുമാറുന്ന മക്കള്, സ്വാലിഹീങ്ങളായ മക്കള് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ എന്ന് മുഅ്മിനീങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമെന്ന് പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്. നമ്മള് ദുആ അങ്ങനെ ആകണം. നമ്മ എപ്പോഴും അങ്ങനെ ദ്വാരക്കണം. ഞമ്മ ദ്വാരക്കുന്ന പഠിച്ചവനെ ഒരു 6 ആണ് മക്ക തന്നയ്യോ, 6 ആണ് മക്ക. ഓം വിചാരിച്ചിന് ആണുമക്കായ സത്തുക്ക് ഓമ്പല്ലേ ഇവിടെ എത്തുന്നാണ്. ഞാൻ വിചാരിച്ചോണ്ട എപ്പോഴും കൊണ്ടുവന്നിട്ട് 30,000 കെട്ട് തന്നെ 6 മക്ക തരും. ചിലപ്പോ കൗത്തിലേക്ക് കെട്ടിട്ടിട്ട് മുറിക്കിങ്ങുമായി. സ്വാലിഹീങ്ങളായ മക്കളതാ ദ്വാരക്കണം. ആണുമക്ക പെണ്ണുമക്ക അത് പഠിച്ചോന്റെ ഇതുപോലെയാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആണുമക്കളെ കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെണ്ണുമക്കളെ കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആണും പെണ്ണും മക്കളെ ഒന്നിച്ചു കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു മക്കളെയും കൊടുക്കാതിരിക്കുന്നു. നമ്മൾ തേടേണ്ടത് പടച്ചോനെ ആരോഗ്യമുള്ള നല്ല മക്കളെ, സ്വാലിഹീങ്ങളായ മക്കളെ, ആണാവട്ടെ പെണ്ണാവട്ടെ. അതുകൊണ്ടുള്ള ഗുണവും ഗുണക്കേടുമെല്ലാം നിന്റെ കള്ള പോലെയാണ്. ഏതായാലും സ്വാലിഹീങ്ങളായ മക്കളെ തരണം. അതെപ്പോഴും നമ്മൾ ദ്വാരക്കണം. അങ്ങനെയാണ് നബിമാർ ദ്വാരുന്നത്. നല്ലവരായ പ്രവാചകന്മാർ പോലും ദ്വാരുന്നത്. കേവലം മക്കളതാ എന്നല്ല, രക്ഷിതാക്കൾ കേൾക്കണം. ഇത് മങ്ങലായിട്ട് അങ്ങനെ വല്ല ജഗബോഗായിട്ട് നടന്നങ്ങ മാത്രം മതിയാവല്ല. മക്കളെല്ലാവർക്കും ആവും. അതിന് വലിയ റിസ്ക് ഒന്നും എടുക്കണമെന്നില്ല. എന്തോ ഇന്നത്തെ കാലത്ത് ഇപ്പൊ 4G മുന്നേ ഒരാള് മങ്ങലായിട്ട് അവൻ 4 മാസത്തെ പറ്റി മങ്ങലായിട്ട് 4 തിങ്ങായത്രേ, മങ്ങലായിട്ട് 4 തിങ്ങായത്രേ. 4 തിങ്ങായിട്ട് നമ്മ പിറ്റേന്ന് പറ്റി വാർത്ത അങ്ങനെ വിഷയമായിട്ട് ഞാൻ കേട്ടു. ഒരു വയസ്സല്ലേ മുണ്ടിക്കൊണ്ടിരിക്കുമ്പോ ഇതെന്ത് 4 തിങ്ങ തന്നെ 9 തിങ്ങ കഴിയണോ 1 ആണ്ട് കഴിയണോ എല്ലാം കണക്കും 4 തിങ്ങ. അപ്പൊ അളിച്ചല്ലേ എന്തു ഇപ്പൊ 4G അല്ലേ, സ്പീഡ് ടൈമില്ല, തിങ്ങന്തു പൂർത്തിയാവനില്ല. ഇനി 5G എങ്ങെന്താവും? ഹലോ, ഒന്ന് ആലോചിച്ച് നോക്കി. മക്കളാവുക എന്നത് വലിയൊരു കാര്യമൊന്നുമല്ല. പക്ഷെ കിട്ടുന്ന മക്കൾ എങ്ങനത്തെവർ ആകണം, അതിൽ നമുക്ക് വലിയൊരു നിയത്ത് വേണം, അതിൽ വലിയൊരു കരുത്ത് വേണം നമുക്ക്. ആ കാര്യത്തിൽ നമ്മൾ നല്ലോണം ചിന്തിക്കുന്നവരാകണം. നബിമാർ പോലും അല്ലാഹുവിനോട് ആശിച്ചു പോയി മക്കളെ കിട്ടാൻ. ഏത് മക്കള്? സ്വാലിഹീങ്ങളായ മക്കള് വേണം. അതൊരു അനുഗ്രഹമാണ്. മഹാന്മാർ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാ, മഹാന്മാർ കിതാബുകളിൽ വിശദീകരിച്ചത് കാണാ. പടച്ച തമ്പുരാൻ ഈ ലോകത്ത് മനുഷ്യർക്ക് കൊടുക്കുന്ന നിയമത്തുകളെ കൂട്ടത്തില്, അനുഗ്രഹങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും വലിയ അനുഗ്രഹം മക്കളെ കൊടുക്കുക എന്നതാണ്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എത്ര നേർച്ച നേരുന്നവരുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എത്ര ഡോക്ടർമാരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ കാലങ്ങളേറെയായി കാത്തിരിക്കുന്നവരുണ്ട്.
ഒന്ന് ആലോചിച്ചു നോക്കൂ. കുഞ്ഞിക്കാലുണ്ടാവുക, മക്കളുണ്ടാവുക എന്നത് പടച്ച റബ്ബിന്റെ വലിയൊരു ഫദ്ലാണത്, വലിയൊരു അനുഗ്രഹമാണത്. അതിനു വേണ്ടി നമ്മൾ ദുആരക്കുമ്പോ പടച്ചവനെ സ്വാലിഹീങ്ങളായ മക്കളതാ അല്ലാഹ്. നബിമാരെ പ്രാർത്ഥന അങ്ങനെയാണ്. അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിൽ പറയുന്നുണ്ട്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ എനിക്ക് നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ അല്ലാഹ്. ആണാവട്ടെ പെണ്ണാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, അത് ഏതുവാണെന്ന് മാൻ പറഞ്ഞില്ല. അത് ഏതായാലും പ്രശ്നമല്ല, സ്വാലിഹീങ്ങളാകണം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ മക്കളതാ അല്ലാഹ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അവർക്ക് ലോകം കണ്ട മഹാന്മാരാ, അതുല്യരായ, നിസ്തുല്യരായ, നിസ്സീമരായ മഹാന്മാരാ, പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വങ്ങളാ. ഈ ലോകത്തിന്റെ നാടിഞരമ്പുകൾ മുഴുവനും മനസ്സിലാക്കിയ, എല്ലാ സ്പന്ദനങ്ങളും അറിഞ്ഞ മഹാന്മാരാ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ ദുആ ഇങ്ങനെയാ. എങ്ങനെ? പടച്ചോനെ മക്കളതാ നല്ല, മക്കളതാ നല്ല, ഒരു കിടാവെങ്കിലും തന്നിരുന്നല്ല. പിന്നെയോ 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 റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ, നിന്റെ അടുക്കൽ നിന്നിട്ടുള്ള സ്വാലിഹീങ്ങളായ മക്കളതാ അല്ലാഹ്. ഇന്നക സമീഉദ് ദുആ, എത്ര ദുആയിരുന്നാലും ആ ദുആ കേൾക്കുന്നവൻ നീ മാത്രമാണ്. നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഏത് ഡോക്ടർമാരുടെ മരുന്നെടുത്താലും, ഏത് ആൾമാർ എന്ത് പ്രവചനങ്ങൾ നടത്തി പറഞ്ഞാലും ആത്യന്തികമായി മക്കളെ തരുന്നവൻ നീയാണ്. അതുകൊണ്ട് നിന്നോട് പറയട്ടെ, റബ്ബേ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ, സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാഹ്. എപ്പോഴും വലിയവരായ നാം, മാതാപിതാക്കളായ നാം, വലിയവരായ നാം, ഹിരിയന്മാരായ നാം, എത്തവറായ നാം ഒന്നാമതായി ചെയ്യേണ്ടത് ഈ പ്രാർത്ഥനയാണ്. മംഗലംബിലെ ഗൗജി ഗദ്ദളാക്കിയിട്ടാക്കണമെന്നല്ല, അത് നീ ഗൗജിയാക്കിയാവും ഗദ്ദളാക്കിയാവും, അതല്ല വിഷയം. ഈ പ്രാർത്ഥന എപ്പോഴും പാടും. ഇതറിയാലോ നമുക്ക്, ബാക്കിയെല്ലാം അറിയും. എത്ര ആളെ വിളിക്കണോ, പിന്നെ ഇനി മക്കള് എപ്പോ വേണോ, അതിന് ഏത് ഡോക്ടറെ കാണണോ, അതിനെല്ലാം നമുക്കൊരു ദീർഘവീക്ഷണം, ഒരു മുൻവിധി, ഒരു മുൻധാരണ എപ്പോഴേ റെഡി. പക്ഷേ അല്ലാഹു തആല ആദ്യമായിട്ട് പറഞ്ഞ നല്ല പ്രാർത്ഥന അതില്ല. അല്ല ഉസ്താദ്, ഇതെല്ലാം അറബിയല്ലേ, ഖുർആനല്ലേ, ഞങ്ങൾക്കത് അറിയുന്നില്ലല്ലേ. നിനക്ക് അറിയുന്ന ഭാഷയില്ല. ഈ അറിയുന്ന ഭാഷ അത് ആർക്കുള്ളത്? അത് ആർക്കുള്ളത്? ബേക്കറിക്കാരനോട് പോയിട്ട് മാത്രം മിണ്ടാനുള്ളതല്ല, അത് പടച്ചോനോട് മിണ്ടാനുള്ളതാണ്. ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ധാരണ ഉണ്ട്, അറബി തന്നെ ദ്വാരക്കണോ. ഈ ചങ്ങായി ചെയ്യാമെന്നാളോളം അറബി പഠിക്കണമില്ല, ഒന്നും ദ്വാരക്കാനുമില്ല. ഓന് ബാക്കിയെല്ലാം അറിയും, ബാക്കിയെല്ലാരെയും ഡൗൺലോഡ് ആക്കാൻ അറിയും, ഇൻസ്റ്റാൾ ആക്കാൻ അറിയും, അപ്ഡേറ്റ് അറിയും, അപ്ലോഡ് അറിയും, ഫോർവേഡ് അറിയും, സെൻഡ് അറിയും, വാർത്ത അറിയും, മലയാളം അറിയും, കന്നഡ അറിയും, ഇംഗ്ലീഷ് അറിയും, എല്ലാം അറിയും. അറിയാത്തത് ബാക്കി നേരല്ലേ. എത്ര ആളുണ്ട് ഇവിടെ ഇവിടെ ഇംഗ്ലീഷ് കയ്യെത്തണ്ട, നിങ്ങൾ കയ്യെത്തണ്ട. അപ്പൊ നാളെ അതും വലിയ ബേജാറോ. പക്ഷെ അയാൾ ഞങ്ങൾ കയ്യെത്തി ഞങ്ങളെ മര്യാദ പോയല്ലേ. ഓന അറിയാത്തതല്ല വിഷയം, ഓന്റെ മര്യാദ പോയത് വിഷയം. അല്ല ചില അപ്പൊ നിങ്ങളെ മര്യാദ എടുക്കുന്നില്ല, നിങ്ങളല്ല, അങ്ങനത്തെ ആൾമാരുണ്ടോ. പിന്നെ മനുഷ്യന്റെ ഇസ്സത്ത് വലുതല്ലേ, ഒരു സദസ്സിലല്ല, അങ്ങനെ ശരിയല്ലല്ലേ. അതിനോടൊന്നും നമ്മൾ യോജിക്കുന്നുമില്ല. എന്നാലും ചില ആൾക്കാരുണ്ട്, ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഈടുന്ന ധൈര്യത്തിൽ നിന്ന് കേട്ടെങ്കിൽ എത്ര ആൾക്ക് കന്നഡ ഭാഷ അറിയുന്ന കേട്ടെങ്കിൽ 99% കയ്യെത്തും. എത്ര ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയുന്ന കേട്ടെങ്കിൽ എത്ര ഉണ്ടാവും. എല്ലാം ഏത് മൊബൈലുള്ള എല്ലാം അറിയും, എല്ലാം. ഇപ്പൊ പിന്നെ ഒത്തുന്തല്ലേ, ചെള്ളുന്തല്ലേ, പല്ല നക്കുന്നത്, പണ്ട് ഞെക്കുന്നത്, ഇപ്പൊ നക്കുന്നത്, അങ്ങ് നക്കും ഇങ്ങ് നക്കും. ഒരു 5-8 ആണ്ട് മിന്നെ, 5-8 ആണ്ട് മിന്നൊന്നുമല്ല, ഒരു 4 ആണ്ട് മിന്നെ ഈ നക്കുന്ന കോല ഇങ്ങനെ ഉണ്ടായ നമ്മളെ വയസ്സിന്റെ ബലിമ മാത്രം ഉമ്മാമ്മ അയിമ ബെത്തലേക്ക് 100 ഇട്ടിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടായി. അല്ലേ സാർ? അല്ലേ അന്നത്തെ ഒരു നിങ്ങൊന്ന് ഒരു 2-3 ആണ്ട് ബാക്ക് പോയാലോ, നിങ്ങളെ മെമ്മറി ഒന്ന് ബാക്ക് പോട്ടെ. നിങ്ങൾക്ക് എന്തോ ഓർമ്മ നിങ്ങളാക്കുമ്പോ? ഇപ്പോ കിടവനെ ഉറക്ക് പറഞ്ഞില്ല നേരത്തെ. ഇന്നത് കഴിഞ്ഞ അഭിഷേകം കഴിഞ്ഞ് ഞാനത് എടുക്കുന്നില്ല. എന്നാൽ ഇപ്പൊ എല്ലാത്തിനും അത് വേണ്ടേ?
അപ്പൊ എല്ലാറിയും ഇതെല്ലറിയും ചിള്ളാനറിയും നക്കാനറിയും ഞെക്കാനറിയും എല്ലാറിയും നോക്ക അവനെ വിളിച്ചിട്ട് മട്ടം പോലെ ആ ഓതേണ്ട കെറമത്തില് മഹ്റജ് ഒപ്പിച്ചിട്ട് ഒന്ന് ഫാത്തിഹ ഓതിർ അതറിയുന്ന ആരുണ്ടെന്ന് കേട്ടെങ്കില് ആർക്ക് വേണോ? എത്ര ആളിരിക്കോ? ഹലോ ഉസ്താദ്, അപ്പൊ ഞങ്ങൾക്ക് എന്തോ അറിയുന്നില്ല, അങ്ങനെ ചെല്ലിട്ടല്ലേ? അതാണ് വിഷയം. നിങ്ങൾക്കെന്തോ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അറിയാത്തോനെ അറിയുന്നില്ല എന്നല്ലേ ചെല്ലണ്ടി? അറിയാത്തോനെ അറിയാത്തോന്നെ ചെല്ലണ്ടി. അറിയാത്തോനെ അറിയുന്ന ആളെന്നാണ് ചെല്ലല്. മഹാനായ ഹാറൂൻ റഷീദിന്റെ കാലഘട്ടത്തില് അറിയപ്പെട്ട പണ്ഡിതരാണ് മഹാനായ അബൂ യൂസുഫ്. മഹാനവരോട് വന്നിട്ട് ഒരാൾ ഒരു സംശയം ചോദിച്ചു, അത്ര ഒരു ഡൗട്ട് ചോദിച്ചു. ആൾക്ക് സംശയം ഉണ്ടായി, എന്തോ നിസ്കാരത്തിന്റെ നോമ്പിന്റെ എന്തോ മസാല കേട്ടിട്ടാകുമ്പോ അയാൾ പറഞ്ഞല്ലോ എനിക്ക് ഇതിന്റെ ആൻസർ അറിയാല, ഉത്തരം അറിയാല. അപ്പൊ വന്നോ കേൾക്കുന്നല്ല, നിങ്ങള് ഞങ്ങളെ നാട്ടിലെ രാജാവ്, ഈ ഭരണാധികാരി, ഈ കമ്മിറ്റിന്റെ പ്രസിഡന്റ്, അന്നത്തെ ഉദാഹരണം മസാല നേരത്തെ പറഞ്ഞ കല്ലിമിന്നാസല കതിരി ഒക്കൂലിയും. അപ്പൊ അയാള് നിങ്ങൾക്ക് ഈ 4000-5000 ദീനാറ് ശമ്പളം തന്നിട്ട് കൂടെ നിപ്പിക്കുന്ന ഈ അറിയാലെന്ന് ചൊല്ലാനാന്ന് കേട്ടോ. വന്നോ ചോദ്യം കേട്ടിട്ടാകുമ്പോ ഇയാള് ചൊല്ലി എനക്ക് അതിന്റെ ഉത്തരം അറിയാല. ആ മഹാൻ പറഞ്ഞു എനക്ക് അതിന്റെ ഉത്തരം അറിയാല. അപ്പൊ വന്നോ കേൾക്കുന്നല്ലോ, നിങ്ങൾക്ക് ഇത്രയല്ല ശമ്പളം തരുന്നു, 3 നേരം ചോറ് ഗുണം തരുന്നു, ഈ അറിയാലെന്ന് ചെല്ലാനാ. അപ്പൊ ആ മഹാൻ പറഞ്ഞോലോ, അറിയാത്ത ഒരാളായത് കൊണ്ട് തന്നെയാണ് 4000, 5000, 8000, 10,000, 20,000 ശമ്പളം. ഒരു സമയം കേട്ടനെല്ലാം ഉത്തരം ചെല്ലുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ ഈ ലോകം മുഴുവനും തന്നാലും അത് നിങ്ങളെ ശമ്പളാവേല. അപ്പൊ നിങ്ങൾ അറിയാത്തിന് തരുന്ന ശമ്പളം തന്നെയാണത്. ഞാനെല്ലാം അറിയുന്നവനാണ്, എന്നാൽ ഈ ലോകത്തുള്ള ഏതൊന്നു തന്നാലും അത് നിങ്ങളെ ശമ്പളമാവേല, മതിയാവേല. അതാണ് ഇൽമ. അപ്പൊ അറിയാത്തത് അറിയാലെന്ന് തന്നെ പറയണം. ഇരിക്കട്ടെ, ഈ ദുആരക്കാൻ അറബി തന്നെ വേണമെന്നില്ല. നിങ്ങളെ ഭാഷയാകാം, ഏത് ഭാഷയും റബ്ബിന് പിടിയാണ്, ഏത് ഭാഷയും അല്ലാഹ് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മനസ്സ് തട്ടിയിട്ട് കണ്ണുനീർ വാർത്തിട്ടുള്ള ദുആ, ആ ദുആയാണ് അല്ലാഹ്ക്ക് വേണ്ടത്. മഖ്റജ് ഒപ്പിച്ചിട്ട് ദുആരക്കലല്ല, ഫിഅലും വായിലൊപ്പിച്ചിട്ട് ദുആരക്കലല്ല. അത് വേണം, ആവശ്യം തന്നെയാണ്. എല്ലാത്തിനേക്കാളും ഒരു ഗ്രാമറും നളമും ഒപ്പിക്കുന്നതിനേക്കാളും പിന്നെ വേണ്ടത് ജന്നത്താണോ ചോദിച്ചേ, അതല്ല ഇന്നാ നസ്അലുകൽ ജന്നത്തു എന്നാണോ. അതിന് വല്ല കൊടി പിടിക്കാൻ കണ്ട. ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, മഫ്ഊൽ മൻസൂബാണ്, അത് മഅറൂഫായ കാര്യമാണ്, മഷ്ഹൂറാണ്, അതിൽ തർക്കമില്ല. പക്ഷേ അത് ഒരാൾ എപ്പെങ്കിലും എവിടെങ്കിലും തെറ്റിച്ചു പറഞ്ഞു പോയാൽ അത് പിരിച്ചുവിടാനുള്ള പാതകമല്ല, തെറ്റല്ല, ഗുരുതരമായ തെറ്റല്ല. എല്ലാത്തിനേക്കാളും പിന്നെ വേണ്ടത് ദുആരക്കുമ്പോ ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്, മനസ്സ് തട്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. പറയട്ടെ ഉമ്മ, എന്റെ വാല് കേൾക്കുന്ന ബാപ്പാ, നിങ്ങളെ മക്കള് നല്ലവരാകണമെന്ന ഏറ്റവും വലിയൊരാഗ്രഹം നിങ്ങൾക്കില്ല. ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുന്നവരാകണം മക്കളെന്ന്. നാളെ മരിച്ചാൽ ഖബറും പുറത്ത് വന്നിട്ട് ബാപ്പാനെ ഓർക്കുന്ന മക്കളാകണമെന്ന്, ഉമ്മ എന്ന് പറഞ്ഞിട്ട് ദുആരക്കുന്ന മക്കളാകണമെന്ന് നിങ്ങൾക്ക് വലിയ ആഗ്രഹമില്ല എങ്കിൽ, നിങ്ങളെ ആഗ്രഹം പൂവണിയണമെങ്കിൽ, ആഗ്രഹം സാധിതമാകണമെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തറിയോ? റബ്ബിനോട് പ്രാർത്ഥിക്കലാണ്. മേലായ റബ്ബേ, സ്വാലിഹീങ്ങളായ മക്കളതാ ആണാവട്ടെ പെണ്ണാവട്ടെ. പെണ്ണായാലോ പിന്നെയും ഖൈറ് കൂടുതലാണ്. പെണ്ണ് കിടാവാണെന്ന് പറയുമ്പോ നിന്റെ മുഖം ഇഞ്ചി കടിച്ച കൊരങ്ങ പോലെയാകണ്ട. അങ്ങനെ ഉണ്ടല്ലോ ഒരാൾക്ക് പെണ്ണ് കിടാവും ചൊല്ലുമ്പോ ഓന് വല്ലാത്തൊരു ബേജാറ്. ആസ്പത്രിയിൽ പോയിട്ട് ഓളെ ഇന്നലെ കൊണ്ടേന്, നമ്പലും പെരുന്നേലിട്ട് കഞ്ചുവിനെ ഇന്നലെ കൊണ്ടേന്, ഓളെ പൊണ്ടാട്ടീനെ കൊണ്ടുപോയിട്ട് ഇന്നലെ മുതൽ എല്ലാവർക്കും ഫോൺ ആയിക്കൊണ്ടുള്ള ഇത് നമ്പലും വരുന്ന ടൈം ആയിട്ടില്ല, പ്രസവിച്ചിട്ട, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്, ദ്വാരക്കണോ നിങ്ങൾ ആൾക്കാർ കൽപ്പിച്ച് ദ്വാരക്കാൻ ചെല്ലി നോക്കാം കുറച്ചും കൂടി നോക്കാന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട് ഇന്നലെ കൊണ്ടുപോയിട്ട് ഈ സമയം വരെ വല്ലാത്ത ടെൻഷനും ബേജാറും. ഈ ചങ്ങായി മീറ്റക്ക് പോന്നു, താഴേക്ക് വരുന്നു, വാർഡിലേക്ക് പോന്നു, റൂമിലേക്ക് പോന്നു. ബാപ്പല്ലേ ബേജാറുണ്ടാവുമല്ലോ, നല്ല ബാപ്പാക്ക് ബേജാറ് വേണോ? പിന്നെ ഇനിയും നാട് കുലുങ്ങിയെങ്കിലും കുലുങ്ങാത്ത മോന്തനായെങ്കിലേ ഓനെ മാപ്പള കിട്ടിയോളെ ഗതി കേടുന്നല്ലാണ്ട് പിന്നെ
അല്ല ഈ ചങ്ങയ്ക്ക് വലിയ ബേജാറിയല്ലോ, തങ്ങന്മാർക്കും വിളിച്ചിട്ട് തങ്ങളത് വരക്കണം, തങ്ങൾ ഇന്നലെ 4:30 മണിക്ക് പോകുന്നില്ല, തങ്ങൾ എന്ത് റിസൾട്ട് ഇല്ല, തങ്ങൾ ഭയങ്കര ബേജാർ. അങ്ങനെ വിളിച്ച് ലാസ്റ്റ് അവസാനം പണ്ട് LKG പഠിപ്പിച്ച സുമതി ടീച്ചർ കടന്ന് വിളിച്ചു. അല്ല ഒരു ബേജാർ, അവിടെ ഏത് ചിപ്പില് മുത്തുള്ളോന്ന് അറിയലല്ലേ, അവിടെ ഒന്ന് സലാമത്താട്ടുന്നു. ഓൻ്റെ ഒരു വലിയൊരു ആശ വിളിച്ചിട്ട് അങ്ങനെ ദ്വാ ಮಾಡಿ ಮೇಡಮ್, ദ്വാ ಮಾಡಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಅವರೆಲ್ಲ ಹೇಳಿ ಮೇಡಮ್ ಎಲ್ಲ ಆಯ್ತು അൽഹംദുലില്ലാ. ഇതായി പിറ്റേന്ന് 4-ാം താരീഖിന് 4:10 പ്രസവിച്ച് സുഖപ്രസവം. സിസ്റ്റർ വന്നിട്ട് പുറത്തേക്ക് പാഞ്ഞിട്ട് പോയി ചങ്ങ ഏണിച്ചോടെ പാഞ്ഞിട്ടേ ഉള്ളു. പാഞ്ഞിട്ട് ഒരുമാതിരി ആയിനോ ഒരുമാതിരി ആര് മമ്മഞ്ഞി യാറോ ഞാൻ മേഡം പ്രസവിച്ച് അൽഹംദുലില്ലാ. മകു പെണ്ണും ചെല്ലുമ്പോ ഈ പാഞ്ഞോന്റെ എല്ലാം പുസ്ക ഇതേ ഓനൊരു ഇതേ ഇല്ലേ, ഒരു ചിക്കറേ ഇല്ല, എന്തില്ല ഒരു BPL അവിടെ കാണുമ്പോ വിചാരിക്കണം ഇപ്പൊ പോന്നോന്ന് വിചാരിക്കും. അങ്ങനെ എന്ത് പെണ്ണും ചെല്ലിയിട്ടാകുമ്പോ എല്ലാം എന്തങ്ങനെ ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞെന്തറിയാ, കുടുംബത്തില് പെണ്ണ് കുഞ്ഞാണ് ആദ്യം ജനിക്കുന്നതെങ്കിൽ ആ കുടുംബത്തില് ബർക്കത്തേറെയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ പരമ്പര, പരിപാവനമായ പരമ്പര, അത് ലോകത്ത് നിലനിൽക്കാൻ നിമിത്തമായത് പെണ്ണുമോളാണ്, ബീബി ഫാത്തിമയാണ്. ഹബീബായ നബി തങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പ് എല്ലാ മക്കളും ചെറിയലേ മരിച്ചുപോയെങ്കിൽ പൊന്നാര നബിക്ക് താങ്ങായി, തണലായി, സമാധാനമായി, ആശ്വാസമായി നബി തങ്ങൾ മരിക്കുന്നത് വരെ ജീവിച്ചിരുന്നത് പെണ്ണുമോളാണ്. ബർക്കത്തിന്റെ അടയാളമാണ്. പെണ്ണുമോളെന്നത് ചെറിയ കാര്യമല്ല, നിസ്സാരപ്പെടുത്തേണ്ട വിഷയമല്ല. പൊന്നാര നബി തങ്ങൾ പറഞ്ഞെന്നറിയോ, ബാപ്പമാരോട് ഉമ്മമാരോട് പൊരന്റുള്ളിലേക്ക് എത്തിയിട്ട് മോന്തി നേരത്തെ പണിയെല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞ് മിഠായും അതുപോലെ തന്നെ ലൈസും അതുപോലെ തന്നെ കുറുകുറും എല്ലാം കൊണ്ടുപോയിട്ട് പൊരന്റുള്ളിലേക്ക് പോകുമ്പോ അവിടെ ഫസ്റ്റ് കൊണ്ടുപോയിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കേണ്ടത് ആർക്കറിയാ? മിഠായി ആദ്യമായിട്ട് കയ്യിൽ കൊടുക്കേണ്ടത് ആർക്കറിയാ? പെണ്ണുകിടാവിന്റെ കയ്യിലാണ്. ആണുകിടാവിന് പിന്നെ. കാരണം അതാണ് ബർക്കത്ത്. ആണ് ബർക്കത്തില്ല എന്നല്ല, ആണ് നല്ലതല്ല എന്നല്ല, ബർക്കത്തുണ്ട് എന്ന് മാത്രമല്ല സന്തോഷത്തിന്റെ വിഷയമാണെന്ന് പടച്ച റബ്ബ് ഖുർആനിൽ എടുത്തു പറഞ്ഞത് പെണ്ണിന്റെ ബർത്ത്ഡേ സംബന്ധിച്ചാണ്, ആണിന്റെ ബർത്ത്ഡേ അല്ല. പെണ്ണുകിടാവിന്റെ ബർത്ത്ഡേ, പെണ്ണുകിടാവിന്റെ ജനനം, അതിനെപ്പറ്റി പടച്ച റബ്ബ് പറഞ്ഞെങ്ങനെ അറിയോ? എങ്ങനെ? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതെ, ആയത്തിന്റെ തുടക്കത്തിൽ കാണാം, ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, ഇദാ ബുശ്ശിറ തഫ്ശീറാൻ ബിൽ ഉൻസാ, പെണ്ണുകിടാവാണ് ജനിച്ചത് എന്നുള്ള സന്തോഷ വാർത്ത, ശുഭവാർത്ത, ആ നല്ല വാർത്ത ആർക്കെങ്കിലും പറയപ്പെട്ടാൽ ലല്ല വജൂഹും സുവദൻ വഹുവ കദീം, അവനതാ നെട്ട് പോയ പോലെ നിൽക്കോ, അവന്റെ എല്ലാം ഡൗൺ ആയി പോകും, അവന്റെ മുഖം കരിവാളിച്ചു പോകും, അവൻ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെയാകും. പെണ്ണുകിടാവിന്റെ ജനനം എന്നത് സന്തോഷ വാർത്തയാണ്. മറക്കണ്ട. എപ്പോഴും സ്നേഹമറിയണോ, പിരിശപ്പാടറിയണോ? സ്നേഹമറിയണോ, പിരിശപ്പാടറിയണോ? പാപ്പ എന്ന വിളിയുടെ മധുരമറിയണോ? അത് പെണ്ണുകിടാവിനെ കണ്ടുപഠിച്ചോ. ആ പെണ്ണുകിടാവും ആണുകിടാവും നമുക്ക് വലിയ നിയമത്താണ്. അത്ര നല്ല മക്കള് നാളെ വഴിതെറ്റി പോകാൻ പാടില്ല. ഞാൻ അങ്ങോട്ട് വരാ. എല്ലാം കൊടുത്ത് വേണ്ട മുഴുവൻ ഭക്ഷണ പദാർത്ഥങ്ങള്, ഡ്രസ്, ഉടയാടകള്, വേണ്ട എല്ലാ സൗകര്യ സവളത്തു എല്ലാം കൊടുത്തിട്ട് ഫെസിലിറ്റി
എത്തിച്ചു കൊടുത്തിട്ട് പൊന്നുപോലെ പോറ്റു വളർത്തിയ മക്കള് നിന്റെ മരണം വരെ നിന്റെ കൂടെ നിൽക്കണമെങ്കിൽ, എത്തവറൊന്തികെ നിൽക്കണമെങ്കിൽ നിങ്ങളോട് ചില വിഷയം പറയാനുണ്ട് കേട്ടോ. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ദുആ. പടച്ചോനെ നല്ല മക്കളെ താള്ള, ആണാവട്ടെ പെണ്ണാവട്ടെ നല്ല മക്കളെ താള്ള. മുഅ്മിനീങ്ങളെ പ്രാർത്ഥന, പ്രവാചകന്മാർ എന്ന നല്ല മനുഷ്യരുടെ പ്രാർത്ഥന, ഈ ലോകം കണ്ട നല്ലവരായ മുഅ്മിനീങ്ങളെ പ്രാർത്ഥന, അത് എപ്പോഴും വേണം. ഉമ്മ നിരാശപ്പെടണ്ട. മംഗലം കഴിഞ്ഞിട്ട് കൊല്ലം 18 കുട്ടികളില്ല എന്ന് പറഞ്ഞ് നീ ബേജാറാകണ്ട. എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഉസ്താദേ എനിക്ക് ഫോൾട്ട് ഇല്ല, അയാളതാണ് തകരാറെന്ന്. നീ നിരാശപ്പെടണ്ട. ഉമ്മ ബാപ്പ എന്ന ജനങ്ങളെ ഇല്ലാതെ, അപ്പ ഉമ്മ എന്ന രണ്ടാൾമാരെ ഇല്ലാതെ പടച്ചറബ് പടക്കപ്പെട്ട വ്യക്തിത്വമാണ് ആദം അലൈഹിസ്സലാം. പിന്നെ നിനക്കൊരു കുഞ്ഞു തരാനാണോ റബ്ബിന് പണി? ആണോ? ബാപ്പ എന്ന ഒരാളില്ലാതെ സംഗതി ദാമ്പത്യ ജീവിതത്തിന്റെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആളാണ് ബാപ്പ. ബാപ്പ എന്ന ഡ്രൈവർ പോസ്റ്റിലുള്ള ആളില്ലാതെ പടച്ചതമ്പുരാനും മറിയമക്ക് സമ്മാനിച്ച കുഞ്ഞാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ. ഞാൻ പറഞ്ഞു വന്നത് റബ്ബിനെന്തിനും കഴിയാം. റബ്ബിന്റെ കഴിവ് ഭയങ്കരമാണ്. അവൻ ഇത്രേ കഴിവുള്ളൂ എന്നുള്ള ആ ഒരു പുത്തൻവാദ ലിമിറ്റ് നീ പറയണ്ട. അത് ശരിയല്ല. അപ്പൊ ഒരിക്കലും നീ നിരാശപ്പെടണ്ട. ബാപ്പ ഉമ്മയില്ലാതെ മക്കളുണ്ടാക്കിയ മകനാകുന്ന, അതല്ലെങ്കിൽ മനുഷ്യനാകുന്ന, അതല്ലെങ്കിൽ അടിമയാകുന്ന ആദമിനെ പടച്ച റബ്ബിന് എനിക്കൊരു കുഞ്ഞു തരാൻ വലിയ പണിയില്ല. നാളേറെ കാത്തിരുന്നു ഇബ്രാഹിം നബി, വർഷങ്ങളോളം കാത്തിരുന്നു ഇബ്രാഹിം നബി. ദുആരന്ന് ഇല്ല, കുഞ്ഞില്ല. ഒരു സുപ്രഭാതത്തിൽ ആമാൻ ദുആരന്ന് എങ്ങനെ അറിയോ? പടച്ചോനെ നീ എനക്കൊരു കിടാവിനെ തരികയാണെങ്കിൽ തരുമ്പോ നീ എന്നോടൊരു കണ്ടീഷനും വെച്ച്, എന്തെന്ന്? തന്ന കിടാവിനെ എന്റെ വഴിയിൽ തന്നെ അറുത്തിട്ട് തരണമെന്ന് നീ എന്നോട് പറയുകയാണെങ്കിൽ ഞാനതും ചെയ്യും റബ്ബേ. എന്നാലും എനിക്കൊരു കിടാവിനെ കാണണോ? ബയ്യ അറുത്തിട്ട് തന്നങ്ങ് മോശമില്ല, ബയ്യ ഉളുഹിയ തർക്കാൻ വെച്ചങ്ങ് മോശമില്ല. എനക്കൊരു കിടാവിനെ കാണണം എന്നാ നല്ല ബാപ്പ ആഗ്രഹിച്ചോ. നാളേറെ കാത്തിരുന്നു പ്രാർത്ഥിച്ചോ. സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിന്റെ അഭിപ്രായ ഭിന്നതകൾ കാണാം. 90 ആണ്ട് കഴിഞ്ഞ്, അതല്ല 108 വയസ്സ് കഴിഞ്ഞ്, ഏതുമാകട്ടെ ഞങ്ങൾ അത്ഭുതപ്പെടുന്ന വയസ്സില്, ഞങ്ങൾ ആശ്ചര്യപ്പെടുന്ന വയസ്സില്, ഞങ്ങൾ അങ്ങനാവോ എന്ന് ചിന്തിക്കുന്ന വയസ്സില് ഇബ്രാഹിം നബിക്ക് അല്ലാഹു ഇസ്മായിലിനെ കൊടുത്തോ. നല്ല കുഞ്ഞ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. നാഥാ നല്ല മക്കളെ താള്ള. ആലോചിച്ചു നോക്കൂ ദുആരക്ക്. അങ്ങനെ ദുആരക്ക്, ആ ദുആരക്കുന്നതോടൊപ്പം നീ ചില കാര്യങ്ങളും കൂടി ചെയ്യേണ്ടതുണ്ട്. മാതാപിതാക്കൾ കുറച്ചൊക്കെ ലെവലുള്ളവരാകണം. ഇത് മക്കളോടല്ല, നാട്ടുകാരോടല്ല, അയൽവാസികളാകുന്ന ആസുവാസിലുള്ളവരോടല്ല, ഈ മുതഅല്ലിമീങ്ങളോട് ഗുരുവിന്റെ മഹത്വം പറയുകയല്ല. അപ്പ ഉമ്മമാരെ നിങ്ങളോടാണ് വിഷയം പറയുന്നത്. മക്കൾ മരണം വരെ കൂടെ വേണ്ടേ? നാളെ കോടതിയുടെ മുറ്റത്ത് നിന്നിട്ട് ബാപ്പാനെയും അതുപോലെ തന്നെ നൊന്തുപറ്റ ഉമ്മാനെയും വലിച്ചെറിഞ്ഞ് ഏതോ ഒരു സുപ്രഭാതത്തിൽ കണ്ടുമുട്ടിയ പൊട്ടുതൊട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നീ എവിടെ വാ പൊളിച്ചിട്ട് കാര്യമില്ല. അപ്പോഴാണ് ആ മക്കള് നിന്റെ കൂടെ വേണ്ടത്. കണ്ടില്ലേ? വീടെല്ലാം കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്, കേട്ടതെല്ലാം മേങ്ങിട്ട് കൊടുത്ത് ചെറിയ നോക്കിയ ഫോൺ മതിന്ന് ചെല്ലോ വിളിച്ചിട്ട് പാപ്പ കൊടുത്ത ഐഫോൺ ഇരിക്കട്ടെ, എന്റെ മോവല്ലേ, പിന്നെ ആര് കൊടുക്കണ്ടിയേ? ഞാനല്ലാണ്ട്. ഇയാള് പീരിസത്തിന്റെ കടുപ്പം കണ്ട. എന്റെ കിടാവല്ല, ഞാൻ എന്നല്ല കൊടുക്കണ്ടിയേ? നോക്കിയ ഞാൻ നോക്കാത്തതാ. അങ്ങനെ കൊടുത്തു അവസാനം എന്തായി?
നിങ്ങൾ കണ്ടോ എന്തോ? ഞാൻ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല, ഞാൻ പേരെടുത്ത് പറയുന്നുമില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാലും നമുക്കതൊരു പാഠമാണ്. ആ കൽബ് പൊട്ടിയ ബാപ്പാന്റെ കൂടെയാണ് ഞങ്ങൾ. ആ ബാപ്പ കോടതി മുറ്റത്ത് മറ്റുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ പൊന്നാര മോൾ, ഏക മോൾ, വളരെയധികം സ്നേഹത്തോടെ ഗൾഫിലെ അറബിന്റെ വട്ടകമേച്ച് പണിയെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പോറ്റു വളർത്തിയ പൊന്നാര മോൾ ഒരു സുപ്രഭാതത്തിൽ എല്ലാം മറന്ന് മറ്റുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. കോടതി മുറിയിൽ വെച്ച് ജഡ്ജി ചോദിച്ചു, ആരെ കൂടെയാ പോണ്ടത് മോൾക്ക്? 18 കഴിഞ്ഞവളാ നീ, റട്ട പോലെ ആയവളാ നീ. ഇനി നിനക്ക് നിന്റെ ഡിസിഷനാണ്, നിന്റെ തീർമാനമാണ്. ആരെയാ നിനക്കിഷ്ടോ, ആരാ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ മോളതാ ബാപ്പാന്റെ മുഖം നോക്കിയിട്ട് പറഞ്ഞെന്തറിയോ? നൊന്തുപറ്റ ഉമ്മാന്റെ മുഖം നോക്കിയിട്ട് ജഡ്ജിയോട് പറഞ്ഞെന്തറിയോ? ഞാൻ പോകുന്നത് അവന്റെ കൂടെയാണ്, എന്റെ ജീവനാണത്, എന്റെ കരളാണത്, എന്റെ എല്ലാമാണെന്ന് പറഞ്ഞ് അവന്റെ കൂടെ കോടതി പോകാൻ അനുവദിക്കുന്നു. അവന്റെ കയ്യും പിടിച്ച് പൊട്ടുതൊട്ടവന്റെ കൂടെ കയ്യും പിടിച്ച് കോടതി പടി അങ്ങ് ഇറങ്ങി പോകുമ്പോ ബാപ്പ വിളിച്ചു പറയുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ല, മോളെ പോവല്ലേ മോളെ പോവല്ലേ. തിരിഞ്ഞു നോക്കില്ല കുഞ്ഞ്, ഇല്ല വിളി കേട്ടില്ല, ഇല്ല. ഈ ബാപ്പ മോൾക്ക് എത്ര കാലമായി ഉറക്കം വിളിച്ച് പണിയെടുക്കുന്നു, മറുനാട്ടിൽ ചെന്ന് പണിയെടുക്കുന്നു. ഇന്നതാ അവള് മറ്റുള്ളവന്റെ കൂടെ പോകുന്നു. എന്തറിയോ കാരണം? അബ്ബ ഉമ്മ തന്നെ. എന്താ റായത്തങ്ങളെ ദൂറാമ? ബാപ്പ ഉമ്മ തന്നെ. എല്ലാത്തിനും നമ്മൾ തന്നെ ചാൻസ് കൊടുക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. മുസ്തഫായ റസൂലുള്ളാഹി പൊന്നാര നബി തങ്ങൾ പറഞ്ഞു, മക്കൾ നല്ലവരാണ്, തങ്കക്കുടമാണ്, പളുങ്കാണ്, നല്ലവരാ. കിടാക്കൾ ഒരിക്കലും തൂറാൻ കഴിയ, കുഞ്ഞുങ്ങൾ ഒരിക്കലും ജോറാക്കാനും കഴിയ, നുള്ളാനും കഴിയ, കിള്ളാനും കഴിയ, തല്ലാനും കഴിയ, പറയാനും കഴിയ. ഹലോ സാർ, ബെടക്കായെങ്കിൽ അവർ ബെടക്കാവല, ബെടക്ക് നീ ആക്കുന്നയാ. അവർ ബെടക്കാവല. ആരാണ് മക്കൾ? ആരാ മക്കൾ? മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, റീഹുൽ വലദി മിൻ റീഹിൽ ജന്ന. മക്കളെ മണം പോലും സ്വർഗത്തിന്റെ മണമാണ്. നോക്ക്, നിങ്ങൾ കിടാക്കളെ ഒരു മണം മുത്തുമ്പോ ഒരു മണന്നെ വേറെ. ഞങ്ങളെ മനുഷ്യമുത്ത അല്ലല്ല, കിടാക്കൾ ഒരു മണമേ ഒന്ന് വേറെ. നിങ്ങൾ നോക്കിയാൽ പിന്നിമിനി മുത്താന്ന് തോന്നുന്നു. എന്തേ നോക്ക, ആ മുത്തിയോർ വന്നിട്ട് എന്നൊരിക്കൽ മുത്തട്ടില്ല. കിടാവ് അതാണ്, കുഞ്ഞതാണ്. അതിനെപ്പോഴും തൂറാനും പിന്നെ പറയാനൊന്നും കഴിയാ. അതിപ്പീലെ പാഞ്ഞോണ്ട് അവിടെ കൂടെ കളിക്കുന്ന ബോട്ടി കച്ചവടം, പുക ബിസിനസ്, അത് കിടാവൂ. അതിന് കിടാനും തൂറിയിട്ട് കാര്യമില്ലല്ലേ. അതിനെ കൺട്രോൾ ആക്കണ്ടേ ഞമ്മ വലിയോർ അങ്ങനെയാണ് പിരിസം കാട്ടേണ്ടത്. എങ്ങനെ? വേണ്ടിയോടെ വേണ്ടിയ ജാഗില് വേണ്ടതുപോലെ വെച്ചിട്ട് ഉപദേശിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് പിരിസം കാട്ടേണ്ടത്. അല്ലാണ്ട് 1.5 കിലോ കോതി, 3.5 കിലോ ആപ്പിൾ, 6 കിലോ സമൂസ, 8 ഐസ്ക്രീം ഇത് കൊടുത്തിട്ട് നീ പുക പോലാക്കിയിട്ട് പിരിസം കൊടുക്കണ്ട. ഒരു ഗുണമില്ല. പിരിസം കൊടുക്കണ്ട ഇങ്ങനെ. ഞാൻ നിങ്ങളെ അന്ന് പറഞ്ഞാൽ എന്താ, ചില ആൾക്കാർക്ക് പിരിസം കൊടുക്കുന്നതിന് ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. കണ്ണു മൂക്കില്ലാത്ത പിരിസം. എന്ത് ഏടെന്നറിയാല. ചില മനുഷ്യന്മാർ കാണുന്നില്ലേ, ഞമ്മ ഒരു ചോറിക്കാൻ ഒരു പെരക്കലം പോയിന്ന് കണ്ടെങ്കിൽ സുബ്ഹാനല്ലാ, പെരലെത്ര 6 കിടാക്കുണ്ടാവും. ചെടി ഇട്ടിട്ടും ഇടാതെയും മൂക്കട്ട വന്നിട്ടും വരാതെയും എല്ലാം ഉണ്ടാവും. എല്ലാം വന്നിട്ട് അയില തൊടുന്നു, ഈര വലിക്കുന്ന, അയിനെ ചൊറിയുന്ന, ഈനിതാക്കുന്ന, എന്റെ ചോറിലെ കൈയിടുന്ന, അയാളെ കീസ കൈയിടുന്ന. അല്ല സ, കിടാവനറിയാലല്ലേ? കിടാവനറിയാല, ഈ ബാപ്പക്കറിയല്ലേ? കിടാവൻ അങ്ങനെ വിടാൻ കഴിയാലാന്ന് ബാപ്പക്കറിയാലോ. ഞാൻ നിങ്ങളുടെ അന്ന് ചെല്ലാൻ എനിക്ക് ഓർമ്മയില്ല. ഒരിടത്തേക്ക് വേദന പോയി, ഇയാൾക്ക് വേദന പോയിട്ടാകുമ്പോൾ അൽഹംദുലില്ലാ ചൊര ഇതേപോലെ മുന്നേ ഫുഡ്, നല്ല ഫുഡ് അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്തെ, അള്ളാഹു അവർക്ക് ബർക്കത്തെ. അങ്ങനെ ആ വീട്ടിൽ ഫുഡ് ഏടെ നാട് കേട്ടിട്ടുണ്ടേ, നാടേടന്ന് കേട്ടിട്ടുണ്ടാ. ചിലപ്പോൾ ഇയാളാ വീടുണ്ടെങ്കിൽ നാളെ ആഫീസ് കൂട്ടും. ദൂറാൻ കഴിയാ, എന്തോ ആക്കാം, നമ്മൾ ദൂരാൻ കഴിയാ. അല്ല, അങ്ങനെ മനുഷ്യന്മാരെ മനസ്ഥിതി അത്. അപ്പൊ പിന്നെ അവിടെ നിൽക്കൽ തന്നെയാണ് ഖൈർ. ആട്ടിയിലെ പോകുന്നില്ലെങ്കിൽ പോകുന്നതിൽ ആട്ടോണം ഉമ്മയിൽ കൊണ്ടായി അങ്ങനെ അവിടെ നിന്നോളൂ.
അങ്ങനെ പറക്ക് ബേക്കാനെല്ലാം പോയി. പിന്നെ പോയിട്ട് അങ്ങനെ ഞാനുണ്ട്, ഒരു തങ്ങളുണ്ട്, ഒരു അന്ന് വാക്കും കാര്യത്തിന് വന്നേ. പിന്നെ വേറെ ഉസ്താവന്മാരും കുറെ ഗസ്റ്റ്മാരെല്ലാം ഉണ്ട്, ഇതുപോലത്തെ വലിയ വലിയ മഹാ വ്യക്തിത്വങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ബൈക്കായിരുന്നു. അങ്ങനെ പരട്ടുള്ളൂ ഓരോന്നോരോന്ന് ഇങ്ങനെ വരുന്നു. ബന്ധത് ഭേദാത്തത്, മറിച്ചത്, തിരിച്ചത്, എല്ലാം ചോന്നത്, പച്ച മഞ്ഞ എല്ലാം വന്നു ടേബിളിൽ ഇങ്ങനെ റെഡിയായി. ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരുന്നിനി. സുബ്ഹാനല്ലാഹ്, എല്ലാ സാധനം വന്നിട്ട് ടേബിളിൽ വെച്ചിരുന്നല്ലാണ്ട് പ്ലേറ്റ് വന്നിട്ട്. ഈ സാധനം വന്നോണ്ടിരിക്കുമ്പോ പത്ര, റൊട്ടി, അത് ഇത്. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോ ഉസ്താദിന്റെ റൂമിൽ നമ്മൾ ഭക്ഷണം കഴിച്ച്. അൽഹംദുലില്ലാഹ് എനിക്കേറെ, ഞാൻ ഈ സീസണിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണം ഇന്ന് കഴിച്ചത്. ഈ മാസം ഷാഹിദാണ്, ഈ നാള് ഷാഹിദാണ്. സത്യത്തിൽ ഞാനൊരു ഭക്ഷണ പ്രിയനാണ്. ഞാൻ ഒറ്റക്കായി നാണ്ടെങ്കിൽ പിന്നെ എന്നെ കൺട്രോളിന് കിട്ടാൻ. അല്ലല്ല, അങ്ങനല്ല, ചെന്നാനും എന്തായാലും സാർ. പിന്നെ നിങ്ങൾ ഇത്ര തിന്നിട്ടൊന്ന് തടി വെക്കാൻ ഞാൻ നിങ്ങൾ കേൾക്കണ്ട. അത് ഓരോരുത്തരുടെ തടിന്റെ കോല അങ്ങനല്ല. എന്തുവാട്ട് അങ്ങനെ നല്ല ഭക്ഷണം അല്ലാഹു തആല അത് ഒരുക്കിയ വീട്ടുകാർ നമുക്ക് തിന്നാൻ വേണ്ടി വന്നത് 10 മിനിറ്റ് ആജാ, 10 മിനിറ്റ്. പക്ഷെ അത്ര നല്ല ഫുഡ് ഉണ്ടാക്കാൻ വീട്ടിലെ ഉമ്മ, വീട്ടിലെ പെങ്ങള്, വീട്ടിലെ വീട്ടുകാർ എത്ര കഷ്ടപ്പെട്ടോ, എത്ര സമയം ചെലവഴിച്ചോ. പടച്ച റബ്ബ് അവർക്കൊക്കെയും ഖൈർ നൽകട്ടെ, അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ, അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ വീട്ടുകാർ ഭക്ഷണങ്ങളെല്ലാം കൊണ്ടുവച്ച് ഡൈനിങ് ടേബിളില് പ്ലേറ്റ് വന്നിട്ടില്ല. ഓരോന്നോരോ നിങ്ങളെ കൊണ്ടുവരുമ്പോ ഇയാളൊക്കെ 2 കിടാക്കളും വരുന്ന ഇയാളെ തുണിന്റെ പിന്നെ എന്ത് പറഞ്ഞ തൊടിന്റെ കോന്തല് പിടിച്ചിട്ട് അതിലെ പോന്നു, ഇല വരുന്ന അവിടെ പാട്ടിലെ കുറെ ബലിയോറെല്ലാം ഉണ്ടോ. അതിനൊന്ന് ഏറ്റിട്ട് അപ്പുറം പിടിച്ചോളണോ, അല്ലെങ്കിൽ അതിനൊന്ന് ഒരു മൂലയിൽ ഇരുത്തിക്കൊള്ളണോ, അല്ലെങ്കിൽ കൊണ്ട് ഒരു ഉമ്മാമാന്റെ അടുത്ത് കൊടുക്കണോ, അറിയയില്ല. വിളമ്പനെ പഠിച്ചു. ഈ കിടാവ് അതിലെ നടുവിലെ ബീത്തുന്നു, ഉമ്മറപ്പടി അടങ്ങിയിട്ട് ബീത്തുന്നു. ഇയാള് ഈ കറി കൊണ്ടുപോകുമ്പോ അതിലുള്ള കയള് കിടാവു തട്ടിട്ടാകുമ്പോ താതക്ക് ബീത്തുന്നു. പ്രശ്നമല്ല, അത് അങ്ങനല്ല ഞമ്മ വേണ്ടത്. ഞമ്മ അതെല്ലാം മുന്നൊന്ന് പഠിക്കേണ്ട വിഷയമാണ്. കിടാവിനോട് അതെല്ലാം ചൊല്ലിക്കൊടുക്കണോ, കിടാവിന് അറിയില്ലെങ്കിൽ വലിയോർ ഇതെല്ലാം ചെയ്തിട്ട് കാണിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ഈ പ്ലേറ്റ് വരുന്നതിന് മുന്നേ ഈ സാധനം എല്ലാം വന്നു. ഈ കിടാവ് കുറെ വട്ട ഇയാളൊക്കെ പയ്യൊന്നും എതിർന്നു പോന്നാണ് ഇയാളും തെക്കറിഞ്ഞ കിടാവിന്. ആ ഉള്ളിൽ ചെറിയ കിടാവിനെ എടുത്തിട്ട് 2 വയസ്സായിട്ടില്ല, എന്റെ അന്താജിക്ക് ഒരു വയസ്സും ചില്ലറ അത്രനെ. എന്നാലും കാണാൻ നല്ല ചമ്പാപ്പ് പോലെ ഉണ്ട്. അല്ലാഹു റാഹത്തിലാക്കട്ടെ. ആ കിടാവിനെ ഏറ്റിയിട്ട് ഈ ടേബിളിന്റെ നടുവിൽ തന്നെ വെച്ച് പോകും. സൈഡിൽ അല്ല, അവിടെ ബന്ധം എല്ലാം ഉണ്ടോ, അതിന്റെ സൈഡിൽ കിടാവിനെ ഇരുത്തി. ഈ പിരിസത്തിന്റെ ഗൗജിയാള് നടക്കുമ്പോ ഇടങ്ങുന്നല്ല, അപ്പൊ അതിന് ഉടനെ ഇരിക്കട്ടെ അവിടെ തന്നെ വെച്ച്. അങ്ങനെ ഇയാള് പ്ലേറ്റ് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഉള്ളൊക്കെ പോകുന്നതിന്റെ ഇടയിൽ കിടാവും തക്കിയറിഞ്ഞ ആ നല്ല ദാളിലുള്ള കയളിനെ പിടിച്ചിട്ട് ഒരേ തിരിക്കല്, തിരിച്ച തിരിയല് ദാളിന്റെ പട്ടട്ടെ എന്റെ കീസ്. അല്ല, ഇത് പിരിസ ചിരിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ചിരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. ഇത് കിടാവിനോട് കാണിക്കുന്ന പിരിസല്ല, ഇത് പിരിസപ്പാടല്ല, ഇത് പരിസരം മറന്നിട്ടുള്ള അജ്ഞതയാണ്, ഇത് മഹാവിഡ്ഢിതരമാണ്, ഇത് ഹംകത്തരമാണ്, ഇതല്ല പിരിസം. ചെറിയ വയസ്സിൽ തന്നെ കിടാവിനോട് പെരുമാറേണ്ട രൂപങ്ങൾ പറയണോ, ഇടപെടേണ്ട രൂപങ്ങൾ പറയണോ. ചെറിയ കുഞ്ഞുങ്ങളെ കൂടെ നീ കിടാവാവണോ, ബാപ്പ കിടാവാവണോ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാലോ. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞെന്തറിയോ, പൊന്നാര നബി തങ്ങൾ പറഞ്ഞെന്തറിയോ, അതെ നിങ്ങൾ കുട്ടികളെ കൂടെ നിങ്ങളും കുട്ടികളാകണേ. മുആവിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ്, മൻ കാന ലഹു സുബിയ്യുൻ ഹബീബായ റസൂലുള്ളാഹി, അതേ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് നല്ല നിലക്ക് കുട്ടികളെ സ്വഭാവത്തിൽ പെരുമാറണേ. കിടാവിന്റെ എതിരിൽ നീ നല്ല പോലീസുകാരനാകണ്ട, നീ കണ്ണ് മീച്ചിട്ട് അങ്ങനെ മുണ്ടാന്ന് കണ്ട. കിടാവിനോട് മുണ്ടുമ്പോ നീ കിടാവിനെ പോലെയാവണോ, കിടാവിന്റെ കൂടെ കളിക്കുമ്പോ നീ കിടാവിനെ പോലെ കളിക്കണോ, കിടാവിന്റെ എതിരിൽ നീ കിടാവാകണോ. എങ്കിൽ ആ കിടാവിനെ നിനക്ക് പിടിച്ചെടുത്ത് കിട്ടോ. കാരണം കിടാവ് ഇനിയാണ് നിന്റെ കൂടെ വേണ്ടത്, ഇപ്പല്ല. ഇപ്പൊ കിടാവിന്റെ കൂടെ നീയാ വേണ്ടത്. പൊന്നു ബാപ്പ, പൊന്നുമ്മ, ആ മക്കള് പ്രായമെത്തി പക്വതയെത്തി റഷീദായി ഒരു നിലക്കെത്തിക്കഴിഞ്ഞാൽ ആ പ്രായം വരെ അവരോടൊപ്പം നിങ്ങൾ വേണം. അവരെ ഉടുപ്പിക്കണം.
നിങ്ങള്, അവരെ കുളിപ്പിക്കണം നിങ്ങള്, അവരെ ഊട്ടണം നിങ്ങള്, അവരെ നടത്തിക്കൊണ്ട് പോകണം നിങ്ങള്, അവരോടൊപ്പം തമാശ പറയണം നിങ്ങള്. എന്നാൽ കേട്ടോ ബാപ്പ ഉമ്മ, ഒരു പ്രായം കഴിഞ്ഞാൽ, മക്കൾക്കൊരു വയസ്സ് കഴിഞ്ഞാൽ, ഒരു പറയപ്പെട്ട നിയമമാക്കപ്പെട്ട വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആ മക്കൾ നിങ്ങളെ കൂടെയാകണോ? ആ മക്കൾ നിങ്ങളോടൊപ്പമാകണോ? നിങ്ങൾ നടക്കുമ്പോ നിങ്ങളെ കൈപിടിക്കാൻ, നിങ്ങളെ വായിലേക്ക് വിളമ്പിത്തരാൻ, നിങ്ങൾക്ക് വേണ്ടതൊക്കെയും കൊണ്ടുവന്നു തരാൻ ആ മക്കള് നിങ്ങളെ കൂടെയാകണം. പ്രായം കഴിഞ്ഞാൽ അതിനെന്തോ വേണം, അതിനെന്തോ വേണം? നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കിടാവിനെ ദീനീ ബോധത്തിൽ വളർത്തണേ, നല്ല പേര് വെക്കണേ, നല്ല ഉമ്മാനെ നോക്കിയിട്ട് കെട്ടണേ, എങ്കിലേ നല്ല മക്കളുണ്ടാവും. നല്ല പറമ്പിലാണല്ലോ നല്ല വിത്ത് മുളക്കുന്നത് അല്ലേ? നല്ല ചുരങ്ങന്റെ വിത്തായിട്ട് ഗുണമില്ല, അത് ഇടുന്ന മണ്ണു നോക്കണം. അങ്ങനത്തത് ബസളന്റെ ഗെള്ള് നല്ല ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, തടുന്ന മണ്ണും നോക്കണം, നടന്ന മണ്ണും നോക്കണം. അങ്ങനത്തത് നല്ല ഉമ്മയാണോ നല്ല മക്കളുണ്ടാവും. ഇത് 8 ആണ്ട് മുന്നേ ലിങ്ക് നല്ല ഉണ്ടായി ഇല്ലേ, ഇത് ഏത്, ഇത് ജാതിയാ, ഇത് മതമാ, ഇത് ഞമ്മളതാ, ഇത് ആണാ അല്ല പെണ്ണിന്റെ കോല ആയതാ അല്ല പെണ്ണെന്നെയാ, മോന്റെ ഫസ്റ്റ് ഡിമാൻഡ് എന്താ പറഞ്ഞ അബ്ബ ഉമ്മന്റെ അബ്ബമ്മ പിന്നെ ഇങ്ങനെ ഇങ്ങനെ വിഷയമായിട്ടുണ്ട് എന്നാണ് അറിഞ്ഞ മൂത്തോളി ചെന്നാള് എന്നൊക്കെ പെണ്ണ് നോക്കിക്കൊണ്ടുണ്ട് നല്ല വിഷയമായിട്ട്. പിന്നെ പെണ്ണ് കെട്ടോണേ അല്ലേ, ടൈമായല്ലേ, ഇനി പിന്നെ കാത്ത് എന്നെ ആർക്ക് നിൽക്കറ് കെട്ടോണേ ആയെങ്കിൽ എന്നൊക്കെ ഒരു വിഷയമുണ്ട്. എന്ത് എന്താ പറയാനുള്ള? പിന്നെ നന്റെ പെണ്ണെന്നാ നോക്കിയത്. ഇനി ഏത് ഹാളിൽ മംഗളാണോ, എത്ര ഗണ്ടയ്ക്ക് നിക്കാണോ, ഉസ്താദുമാർ എത്ര ആൾമാർ പറഞ്ഞോ, ഇത് മാത്രം നിങ്ങൾ ഫിക്സ് ആക്കി മതിയോ, ബാക്കി ഞാൻ നോക്കിയത്. ഇതാണ് ഇപ്പത്തെ ജനറേഷൻ. പണ്ടെല്ലാം ഒരു പെണ്ണ് നോക്കാൻ പോകണമെങ്കിൽ റഹ്മാന റബ്ബ് എത്ര കാക്കന്മാർ, 8 ആണ്ട് മുണ്ടാത്ത കാക്കയും വരും, 9 ആണ്ട് മുണ്ടാണ്ട് അരസത്തിലുള്ള ഏളാബയും വരും. പെണ്ണ് മുണ്ടിന്റെ കാക്ക കാരണവന്മാരാണ് മസ്റ്റൈന്. ഹിരിയന്മാരില്ലാതെ പണ്ട് പെണ്ണ് പറയാല. ഇന്നാ കാലം മാറി. ഇന്ന് CCസിലേക്ക് കണ്ടല് ആ പെണ്ണും പെണ്ണ്, ജംഗ്ഷനിൽ കണ്ടതും പെണ്ണ്, എല്ലാം പെണ്ണ്, എല്ലാം ലിങ്ക്. ഞാൻ നോക്കിയതാ ലിങ്ക്. അങ്ങനെ എന്തായി മംഗലായിട്ട് 3 തിങ്ങാമ്പോൾ തന്നെ സുയ്യ. എന്ത് വിഷയം? ഇത് ദീനും നിലപാടൊന്നും നോക്കിയിട്ട്, ഇത് ഈ ചന്തം മാത്രം നോക്കിയിട്ട് പയ്യ നോക്കുമ്പോ 3 കുറി കുളിച്ചിട്ടാകുമ്പോ ഓളെ ഇട്ട പൗഡറും പോയി, ശരിക്കും ഓളുടെ ഒറിജിനൽ ഗ്ലാമറും കണ്ട്. പിന്നെ അവസാനം ഓനും വെടിഞ്ഞ് രണ്ടാമത് വെടിയാതിരിക്കല. കാരണം എന്താ അറിയോ? ഈ ഹറാമിലൂടെ തുടങ്ങുന്ന ഈ വിവാഹം പിന്നെ ഹലാലാണെങ്കിലും ഇതിന്റെ തുടക്കമെല്ലാം ചില ഹറാമികളുടെയാണ്. മൊബൈൽ കൊടുത്തിട്ട് അങ്ങനെ മുണ്ടി രാപ്പകലുകൾ സമയം ചെലവഴിച്ചിട്ട് ഹറാമിലൂടെ പോയ വിവാഹം, ഹറാമിലൂടെ നീങ്ങിയ വിവാഹം, ആ വിവാഹത്തിന് ബർക്കത്ത് കമ്മിയാ. അത് മനസ്സിലാക്കണം. ചില ചെക്കന്മാർക്ക് ഡൗട്ട്, ഭയങ്കര ഡൗട്ട്, സംശയ, ഉസ്താദ് ഈ ലവ് ആക്കൃത് തപ്പ, ലവ് ആക്കൃത് തപ്പ. അപ്പൊ അതിന്റെ ആൻസർ ചെല്ലി തപ്പങ്ങ് തപ്പ്, റൈറ്റ് തപ്പ് ശരിയല്ല. അല്ല ഉസ്താദ് ലവ് ആക്കിയിട്ട് ഭയ മംഗലാവിടങ്ങ് തപ്പ. ലവ് മാത്രല്ല, പിന്നെ ഞങ്ങ മുൻവരിച്ചതാ കണ്ടിനാക്കി ഞങ്ങ മംഗലാവിടെ. അപ്പൊ അത് തപ്പാവാ ഓന്റെ ഡൗട്ട്. തപ്പേ അത് ഹറാമിലൂടെ വന്നിട്ട് ഹലാലിലേക്ക് പോന്നെന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും നല്ല കാര്യമൊന്നും വന്നില്ല. ഇസ്ലാം എല്ലാത്തിനും നീതി നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഴിയടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാർഗരൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ വിവാഹ ജീവിതത്തിനും പറഞ്ഞിട്ടുണ്ട്. നല്ല മക്കളാകണോ വലിയവരെ, മാതാപിതാക്കള്, ബാപ്പമാരോട് പറയട്ടെ, കെട്ടുന്ന പെണ്ണ് ആദ്യം നല്ലവളാകണം. കെട്ടുന്ന പെണ്ണ് നല്ലവളാകണം. അവിടെയാണല്ലോ വിത്ത് മുളപ്പിക്കേണ്ടത്, അവിടെയാണല്ലോ നീ വിത്തിടേണ്ടത്. ആ മണ്ണ് നല്ലവളാകണോ. അതാ നബി തങ്ങൾ പറഞ്ഞ ചന്തം കണ്ടെങ്കോ മോശമില്ല, പൈസ ഉണ്ടായില്ലേ എന്ന് നോക്കിയെങ്ങോ മോശമില്ല. വലിയ എഡ്യൂക്കേറ്റഡ് ആണോ, അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കിയാലും അത് തെറ്റല്ല. എന്നാലും നീ ശ്രദ്ധിക്കേണ്ടത്
ദീന നോക്കിയിട്ട് കെട്ടിക്കോ. മതബോധമുള്ളവളാണ്, അന്യരുടെ മുമ്പിൽ ഔറത്ത് മറച്ച് നടന്നവളാണ്, പരപുരുഷന്മാരോടൊപ്പം ബന്ധമില്ലാതെ ജീവിച്ചവളാണ്, നല്ല ബാപ്പ ഉമ്മാന്റെ മകളാണോ, അൻവേടിച്ചിട്ട് കെട്ടിക്കോ. ഷഫീഉനാ റസൂലുള്ളാഹ് എന്നിട്ട് ദുആരുന്നു നല്ല മക്കളെ കിട്ടാൻ. എന്നിട്ട് മേലായ റബ്ബ് നിനക്കതാ മക്കളെ തന്നാൽ പിന്നെ നീ മൂന്നാമത് ചെയ്യേണ്ട ആദ്യത്തെ പണി എന്തറിയോ? നല്ല പേര് വെക്കണം. ഇത് ബാപ്പ ഉമ്മമാരോടാണ്. എത്തവരോടാണ് ഈ വിഷയം പറയണത്? നല്ല പേര് ഗൂഗിൾ സെർച്ച് ആക്കിയിട്ട് പേര് വെക്കാൻ നിൽക്കണ്ട. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ അടുക്കലേക്ക് ഒരു ബാപ്പ കിടാവിനെയും പിടിച്ചോണ്ട് വന്നു. എന്ത് കിടാവിനെ പിടിച്ചോണ്ട് വന്നറിയോ? കിടാവ് ഭയങ്കര കുരുത്തക്കേടിന്റെ മുദ്ദ, പൊട്ടിക്കാത്ത ഗ്ലാസ് ഇല്ല, ഭയങ്കര കുരുത്തക്കേട്, ചില്ലിങ്ങും കേൾക്കുന്നില്ല. ഒന്ന് ചില്ലിങ് 10 ജവാബ്, ചവിട്ടും ചില്ലിങ് ബിച്ചിക്കുന്നു ഭയങ്കര. അപ്പൊ എന്ത് ചൊല്ലിട്ടും കേൾക്കുന്നില്ല എന്നാകുമ്പോ ഈ ആളെന്ന് വിചാരിച്ച് ഇനി പിന്നെ ശരിയാക്കണ ഉമർ ഖത്താബ് തങ്ങൾ തന്നെയാണ്. ഒന്നാമത് മഹാനാണ്, രണ്ടാമത് അമീറാണ്, എല്ലാമാണ്. അങ്ങനെ നേരെ അവിടെ കൊണ്ടിട്ട് പറഞ്ഞു, തങ്ങളെ ഇതെന്റെ കിടാവ് കുരുത്തക്കെടെല്ലാം കുറച്ച് ഓവർ, ഇപ്പോഴേ ഒന്നും ചില്ല പോലെ ഒന്നും കേൾക്കുന്നില്ല, തങ്ങളൊന്ന് ഉപദേശിക്കണം. അങ്ങനെ ഓനെ എതിർക്ക് വിളിച്ചിട്ട് നിപ്പിച്ചിട്ട് ഓനോട് കേട്ട് ബാപ്പ പറഞ്ഞത് നേരെ തന്നെയാ. കുറച്ച് കാട് കയറിച്ച് കുരുത്തക്കേട് ഉപദ്രവം ഉണ്ട് ചെല്ലുന്ന കേട്ട് നേരെ തന്നെ തങ്ങൾ എന്താക്ക ഞാൻ അങ്ങനെ ആക്കുന്നതല്ല, ആയിപ്പോയി. അങ്ങനെ ആയിപ്പോന്ന് എങ്ങനെ കേട്ടെങ്കിൽ ഞാൻ മാത്രം നല്ലാണെങ്കിൽ നല്ലാന്നെങ്ങനെ, ഞാൻ മാത്രം നല്ലാണെന്ന് വിചാരിച്ചെങ്കിൽ മതിയാവും. ഉമർ ഖത്താബ് തങ്ങളെ ഞാൻ നല്ലാവാൻ എൻ്റെ ബാപ്പമാർ എന്തെങ്കിലും പണിയെടുക്കാനുണ്ടാ? അല്ല, ഞാൻ നല്ലാണെന്ന് വിചാരിച്ചെങ്കിൽ മാത്രം നല്ലാവോ? അല്ല, എൻ്റെ ബാപ്പമാർ ഫസ്റ്റ് ഡോസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാ? മക്ക നല്ലാവാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും റോളുണ്ടാ എന്ന് ചോദിച്ചപ്പോ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഉണ്ടല്ലോ. പിന്നെ അവർ ആദ്യം മെനക്കെടണം മക്കൾ നന്നാവാൻ ആദ്യമായിട്ട് എല്ലാ പണിയെടുക്കേണ്ടത് മാതാപിതാക്കൾ.